സോഷ്യോളജിന്റെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ് മുന്നേ ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓറിയന്റേഷൻ ജസ്റ്റ് നമ്മൾ എന്തായിരുന്നു സോഷ്യോളജി ജസ്റ്റ് ഇമാജിനേഷൻ എന്താ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സുരക്ഷിത കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇറ്റ് വിൽ കം അഗെയിൻ. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു സോഷ്യോളജി പേപ്പർ 1, നമുക്ക് സോഷ്യോളജി പേപ്പർ 1 വരുന്നത് 10 മൊഡ്യൂൾസ് ആണ് നമുക്ക് സോഷ്യോളജി പേപ്പർ 1 വരുന്നത്. ഓക്കെ, ബേസിക്കലി മൊഡ്യൂൾസ് പറയുന്നത് ഒന്ന് ഒറിജിൻ ഓഫ് സോഷ്യോളജി, ഏത് സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ഒറിജിനെ പറ്റി പഠിക്കണമല്ലോ. സോഷ്യോളജി എങ്ങനെയാണ് വന്നത്, എമർജൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നതാണ്. രണ്ട്, സോഷ്യോളജി ഇനിഷ്യലി അതൊരു സയൻസ് ആയിരുന്നു. സോഷ്യോളജി ഭയങ്കര യങ്ങസ്റ്റ് സബ്ജക്റ്റാണ്. അതായത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് എന്തായാലും സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് എന്തില്ല, അങ്ങനെ സബ്ജക്ട് ഇല്ല. 1880 ഒക്കെ ആയി കഴിയുമ്പോഴാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി തന്നെ വരുന്നത്. അപ്പം അതിന് മുമ്പുള്ള സബ്ജക്റ്റുകളാണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, ഹിസ്റ്ററി, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ സോഷ്യോളജി റിലേറ്റീവ്ലി കുറച്ചുകൂടി പുതിയ സബ്ജക്ട് ആയതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനില്ല. കാരണം ഈ ഒരു 150 വർഷത്തിലെ ഇതിനകത്ത് ആളുകൾ എന്ത് ചെയ്തുള്ളൂ, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം മുന്നേ എന്തില്ല, ഇങ്ങനെ സബ്ജക്റ്റേ ഇല്ല. അപ്പം പണ്ട് സോഷ്യോളജി വിചാരിച്ചിരുന്ന ആളുകൾ സോഷ്യോളജിനെ ഒരു സബ്ജക്ട് ഉണ്ടാക്കുമ്പോൾ അവർ സയൻസ് പോലെ ഉണ്ടാക്കി. സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്, സയന്റിഫിക് ആയിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സയൻസിന് മാത്രമേ വിലയുള്ളൂ. പണ്ടത്തെ കാലം അറിയില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ സയൻസിന് പഠിക്കുന്നവനാണെങ്കിൽ ബുദ്ധിമാൻ, കൊമേഴ്സിന് പഠിക്കുന്നവനാണെങ്കിൽ കുറച്ച് ബുദ്ധിയുള്ള, ഹ്യൂമാനിറ്റീസിന് പഠിക്കുന്നവനെ പൊട്ടൻ. ഈ രീതിയിലാണല്ലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് സയൻസിന് മാത്രമേ അന്നും വിലയുള്ളൂ. അപ്പൊ സയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ സബ്ജക്റ്റിന് ഒരു വില കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് അന്നത്തെ ഇനിഷ്യൽ തിങ്കേഴ്സ്, ഇനിഷ്യൽ സോഷ്യോളജി ഒറിജിൻ ചെയ്യാൻ നിന്ന ഓഗസ്റ്റ് കോംപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുവരൊക്കെ, അവരൊക്കെ വിചാരിച്ചത് സോഷ്യോളജിനെ എന്താക്കി മാറ്റണം, ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആക്കി മാറ്റണം. അതായിരിക്കും സെക്കൻഡ് മൊഡ്യൂൾ. സോഷ്യോളജി സയൻസ് ആണോ അല്ലയോ എന്നുള്ള ഡിബേറ്റ് ആണ്. ലേറ്റർ ഇപ്പൊ എന്താണ്, സോഷ്യോളജി സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ സയൻസിന്റെ കുറെ ഫീച്ചേഴ്സ് എന്തിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്. ഇനി പിന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി ആണ്. അത് നിങ്ങൾ ഏത് ഓപ്ഷനിൽ പഠിച്ചു കഴിഞ്ഞാലും പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ ആണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിസർച്ച് ചെയ്യാം. ബേസിക്കലി സോഷ്യോളജി അല്ല ഇത്. ഓക്കെ, സോഷ്യോളജിയിൽ എങ്ങനെ റിസർച്ച് മെത്തഡോളജി യൂസ് ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് സർവേ, എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻസ്, ക്വസ്റ്റിനെയർ എന്താണ്, ക്വസ്റ്റിനിയറിംഗിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഇപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ടൈപ്പ് പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനം അത് മെത്തഡോളജിയാണ്. എങ്ങനെയാണ് ഒരാൾ റിസർച്ച്, ഇപ്പൊ നമ്മൾ PhD പഠിക്കുമ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കണം. അപ്പൊ എങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യാനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് തിങ്കേഴ്സ് ആണ്, സോഷ്യൽ തിങ്കേഴ്സ് ആണ് 4ാമത്തെ മൊഡ്യൂൾ വരുന്നത്. സോഷ്യൽ തിങ്കേഴ്സിൽ നമുക്ക് വരുന്നത് ബേസിക്കലി ഓരോ തിങ്കർമാർ ആരാണ്, ഒരു 6 തിങ്കേഴ്സിനെ നമ്മൾ പഠിക്കണം. കാൾ മാർക്സ്, പാർസൺ, ഇവരൊക്കെ തിയറി, വെബർ, ഇവരൊക്കെ തിയറി എന്താന്ന് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്നത് എക്കണോമി ആൻഡ് വർക്ക് ലൈഫ് എന്ന് പറയുന്ന സാധനം. എക്കണോമിയും സോഷ്യോളജി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ലെയറിംഗ് നടത്തിയിട്ടുള്ളത്, കാസ്റ്റ് സിസ്റ്റം, ഒരാൾ മേലെ ഒരാൾ താഴെ ഒരാൾ, അങ്ങനെയാണോ, അല്ലെങ്കിൽ ജെൻഡർ സിസ്റ്റം നോക്കിയാൽ മതി അല്ലെ, ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞൊരു ലെയറിംഗ് നടത്തുന്നുണ്ട്. സോ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ, ഫാമിലി ആൻഡ് കിഡ്ഷിപ്പ്. ഫാമിലി ആൻഡ് കിഡ്ഷിപ്പിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് പൊളിറ്റി ആൻഡ് എക്കണോമി. പൊളിറ്റിക്സും സൊസൈറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സാധനം പഠിക്കുന്നുണ്ട്. ദെൻ വി വിൽ ഓൾസോ സ്റ്റഡി സോഷ്യൽ ഡെവലപ്മെന്റും ഇന്റർനാഷണൽ റിലേഷനിലെ ഡെവലപ്മെന്റും സോഷ്യോളജിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ റിലീജിയനും എങ്ങനെയാണ് സോഷ്യോളജി, റിലീജിയൻ എങ്ങനെ ഉണ്ടായി, റിലീജിയൻ എങ്ങനെയാണ് സൊസൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇത് പഠിക്കുക. സോ ഇത്രയും ആണ് നമ്മൾ പേപ്പർ 1 ബേസിക്കലായിട്ട് നമ്മൾ പഠിക്കാൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. സോ ഫാമിലി നിങ്ങൾക്ക് അറിയാം, ആൻഡ്രോട്ടിൽ നോക്കി അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫാമിലി നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയിൽ നിന്നുള്ള വന്നുള്ള ആളുകളാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫാമിലി, വാട്ട് ഈസ് ഫാമിലി ബേസിക്കലി, എന്താണ് ഒരു ഫാമിലി? നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, വാട്ട് ഈസ് ഫാമിലി? ഇപ്പൊ ഫാമിലി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി അറിയാം ഇല്ലേ? അപ്പൊ എല്ലാവരും ഫാമിലിയെ പറ്റി അറിയുന്നതാണ്. നിങ്ങളൊക്കെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫാമിലി, പറയാവോ? നമ്മളെ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. ഫാമിലിയിൽ എന്തുണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്തായാലും എന്ന് വിചാരിക്കാം. എങ്ങനത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? ബ്ലഡ്, രക്തബന്ധമായിരിക്കും അല്ലെ. അതായത് അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയല്ല, അച്ഛനും മകനും അല്ലെ, ഫാദർ സൺ റിലേഷൻ എന്താണ്, ഒരു ബ്ലഡ് റിലേഷൻ ആണെന്ന് പറയാം അല്ലെ. ഓക്കെ, ബ്ലഡ് റിലേറ്റീവ്സ് ഉണ്ടാവും ഫാമിലിയിൽ. പിന്നെ എന്തുണ്ടാവും,
വേറെ എന്തുണ്ടാവും? ഈ അച്ഛനും മകനും മാത്രമേ ഫാമിലിയിൽ ഉണ്ടാവുള്ളൂ? അച്ഛനും മോളും ഉണ്ടാവും അല്ലെ? അത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഈ മോൻ ഉണ്ടാവണേ ആരുണ്ടാവണം? അമ്മ ഉണ്ടാവണ്ടേ? പക്ഷെ അച്ഛനും അമ്മയും തമ്മിൽ രക്തബന്ധമാണോ? അല്ല, കണ്ട കിരിയും പാമ്പുമാണ് അല്ലെ? അപ്പൊ എന്താണ്? അച്ഛനും അമ്മയും തമ്മിൽ രക്തബന്ധമല്ല, എന്താണ്? മാരിറ്റൽ ബന്ധമുണ്ട്. സോ എന്തുണ്ടാവും? ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ഉണ്ടാവില്ല ഇതിനകത്ത്? വൈഫ് റിലേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇതെന്താണ്? മാരിറ്റൽ ബന്ധമല്ലേ? ഇങ്ങനെ റിലേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ടാവും? ബന്ധുക്കാരുണ്ടാവൂലേ? കിൻ റിലേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്കിൾ, ആന്റീസ്, അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെ രക്തബന്ധങ്ങൾ ഉണ്ടാവും, റിലേഷൻ ഉണ്ടാവും. അങ്കിളൊക്കെ ആരായിരിക്കും? നമ്മളെ രക്തബന്ധങ്ങളായിരിക്കും കൂടുതൽ ഇതായി വരിക. ഓക്കെ, സോ ഫാമിലിയിൽ നമ്മൾ കണ്ടു. റിലേഷൻഷിപ്പിന്റെ ബേസ് നോക്കുവാണെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പും ഫാമിലിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? മാരിറ്റൽ റിലേഷൻഷിപ്പും ഫാമിലിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഇത്ര അറിയാം. പിന്നെ എന്തൊക്കെ അറിയാം ഫാമിലിനെ പറ്റിയിട്ട്? വേറെ എന്തൊക്കെയുണ്ട് ഫാമിലിയിൽ? വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ഫാമിലി തരുന്നുണ്ട്? എന്തൊക്കെയാണ് ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ? പൈസ തരുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ സിവിൽ സർവീസിൽ നിന്ന് പഠിക്കണം എന്ന് പറയുന്നു, വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? എന്നാ പിടിച്ചോ, അച്ഛാ ഹോസ്റ്റല്, എന്നാ പിടിച്ച പൈസ അല്ലെ? അപ്പൊ ഫാമിലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ തരുന്നുണ്ട്. അപ്പൊ ഫാമിലി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്കണോമിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഫാമിലിക്ക് എക്കണോമിക്കൽ ആയിട്ട് റോൾ ഉണ്ട് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈസ നമുക്ക് തരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളെ നോക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതായത് വർക്ക് നടക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാമിലി ബിസിനസ് ആവാം. ഇപ്പൊ നിങ്ങളെ വീട്ടുകാർക്ക് ഒരു ഫാമിലി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാരൊക്കെ എന്തായിരിക്കും? ആ ഫാമിലി ബിസിനസ്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഫാമിലി ബിസിനസ് ചെയ്യുന്നത് തൽക്കാലം നമുക്ക് വിചാരിക്കാം. സോ എക്കണോമിക്കൽ ആയിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ ഫാമിലി കാരണം? സെക്യൂരിറ്റി. എന്ത് സെക്യൂരിറ്റിയാ? അടിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്നതാണോ? അതുകൊണ്ട് നമ്മളെ നോക്കുന്നുണ്ട്. നമുക്ക് വേറെ പേര് സോഷ്യോളജിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റിനെക്കാട്ടുപരി അതെന്താ ചെയ്യുന്നത് ശരിക്കും? നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലേ? അതായത് നമ്മളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സോഷ്യലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു പറയാം, അത് ചെയ്യരുത്. അത് ശരിക്കും സൊസൈറ്റിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നോണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഇപ്പൊ മൂത്തവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. മൂത്തവരെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കണം ആര് പഠിപ്പിച്ചു തന്നതാണ്? സൊസൈറ്റി പഠിപ്പിച്ചു തന്നതാണ്. കാരണം സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം? മൂത്തവരെ, എൽഡേഴ്സിനെ ബഹുമാനിക്കണം എന്നുള്ളതാണ് സൊസൈറ്റിയിലെ നോംസ്. സൊസൈറ്റി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം? ആരെങ്കിലൊക്കെ പറഞ്ഞാൽ കേൾക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ അങ്ങനെ സോഷ്യലൈസേഷൻ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം നമ്മളടുത്ത് പറഞ്ഞു തരില്ലേ? ഇപ്പൊ സോഷ്യലൈസേഷനിൽ തന്നെ നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ അപ്പൂമ്മമാരും അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ നിങ്ങളടുത്ത് വന്ന് എന്ത് ചെയ്യും? ഐതിഹ്യ കഥകളൊക്കെ പറഞ്ഞു തരില്ലേ? കഥകളിലൊക്കെ എന്തുണ്ടാവും? ഒരു മോറൽ വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂ സിസ്റ്റം ആരാണ് പറഞ്ഞു തരുന്നത്? സത്യം മാത്രമേ പറയാവുള്ളൂ. അച്ഛൻ പറയും അടി കിട്ടിയാൽ എന്ത് സംബന്ധിച്ചാലും നമ്മൾ സത്യം മാത്രമേ പറയാവുള്ളൂ. ഇത് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് സത്യം പറയും. വീട്ടിൽ പോയി സത്യം പറയും, വീണ്ടും കിട്ടും പേട. വീട്ടുകാർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്യില്ല? പ്രവൃത്തിയിൽ ആ സത്യസന്ധത ഒന്നും അവർ തരുന്നില്ല അല്ലെ? സത്യം പറഞ്ഞാലും അടിയിട്ടും, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവർ തല്ലും. ഓക്കെ, അപ്പം സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആര്? ഫാമിലി ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? സോഷ്യലൈസേഷൻ ചെയ്യുന്നു. ഓൺലൈനും പറയാം കേട്ടോ. കുട്ടികളെ സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നു. പിന്നെ എക്കണോമിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. ഫാമിലിയിൽ എന്ത് ചെയ്യുന്ന ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, മീൻസ് ഫാമിലിയുടെ ഇൻകം ജനറേഷൻ ചെയ്യുന്നുണ്ട്. റിലേഷൻ ഉണ്ട്, സോഷ്യലൈസേഷൻ ഉണ്ട്. പിന്നെ എന്തായിരിക്കും ഫാമിലി ചെയ്യുന്നത്? സോഷ്യലൈസേഷൻ അഗൈൻ. ഇപ്പോഴും നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നാണ് ചിന്തിക്കുന്നത്. നമ്മളല്ലാത്ത ആളുകളും ഫാമിലിയിൽ ഉണ്ട് അല്ലേ? ആരുണ്ട്? ഭാര്യ ഭർത്താവില്ലേ? അതായത് അച്ഛനും അമ്മയില്ലേ? അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇല്ലേ? അവർക്ക് എന്താ കിട്ടുന്നുണ്ടാവും? ആലോചിച്ച് നോക്കി, അവർക്ക് എന്താണ് ഈ കല്യാണം കഴിച്ചോണ്ട് അവർക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിച്ചോണ്ട് കിട്ടും സെക്ഷൽ റിലേഷൻഷിപ്പ് കിട്ടുന്നില്ലേ? ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ ഫംഗ്ഷൻ കൊടുക്കുന്നില്ലേ? ആലോചിച്ച് നോക്കി, കല്യാണം കഴിച്ചിട്ടില്ല, അച്ഛന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യില്ല? അവർക്ക് ഒരു ഹെൽത്തി സെക്ഷൽ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് കിട്ടണമെന്നില്ല. കാരണം സൊസൈറ്റിയിൽ എല്ലാവർക്കും ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല എല്ലാവർക്കും സെക്ഷൽ റിലേഷൻഷിപ്പ് കിട്ടും. കല്യാണം കഴിക്കുന്നതിന്റെ മേജർ ആയിട്ട് മാരേജിന്റെ ഒരു മെയിൻ മോട്ടോ തന്നെ എന്താണ്? എല്ലാവർക്കും സെക്ഷൽ ആക്സസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ മോട്ടോ. കാരണം എന്താണ്? അല്ലെങ്കിൽ എല്ലാവർക്കും
എന്ത് കിട്ടില്ല? കല്യാണം മീൻസ് ഒരു പാർട്ണറെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം പാർട്ണറെ സെലക്ട് ചെയ്യാൻ വേറെ ഒരുപാട് ക്രൈറ്റീരിയ നോക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പം കുറച്ച് പേർക്ക് ഒരുപാട് പാർട്ട്നേഴ്സിനെ കിട്ടും, കുറെ പേർക്ക് എന്ത് ചെയ്യില്ല, പാർട്ട്നേഴ്സിനെ കിട്ടില്ല. ദാറ്റ് വിൽ ലീഡ് ടു കെയോസ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലും ഭേദം എന്താണ്? സെക്യൂരിറ്റി ഉണ്ടാവണം. ഇന്നാൾ ഞാൻ മാത്രമായിട്ട് സെക്സ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഞാനുമായിട്ട് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെ അങ്ങനെ ഒരു സെക്യൂരിറ്റി മാരേജ് കൊടുക്കുന്നുണ്ട് അല്ലെ. മാരേജ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? അവിഹിതങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ എന്താണ് പൊതുവെ നമ്മൾ എന്താണ് വെപ്പ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അത് പുറത്തു പോയി സെക്സ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഇമ്മോറൽ അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് പുറത്താന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സദാചാര രീതിയിൽ അതിനെ കാണുന്നുണ്ട്. അത് നല്ലതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? സൊസൈറ്റിക്ക് അതൊരിക്കലും നല്ലതായിട്ട് അംഗീകരിക്കാൻ താല്പര്യമില്ല. കാരണം സൊസൈറ്റിക്ക് എന്ത് പ്രൊട്ടക്ട് ചെയ്യണം? സൊസൈറ്റിയിൽ നോംസ് പ്രൊട്ടക്ട് ചെയ്യണം, കെയോസ് ഇല്ലാതിരിക്കണം, നോർമൽ സിറ്റുവേഷൻ വേണം. സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഫംഗ്ഷൻ ഫാമിലി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അച്ഛൻ ഒരു ബിസിനസ് ചെയ്തു, അച്ഛൻ പൊട്ടിപ്പോയി ബിസിനസ്സില്. എന്നിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോ അമ്മ എന്ത് ചെയ്യും? അമ്മ പറയോ അല്ലേലും മനുഷ്യൻ നിങ്ങൾക്ക് ഇത് തന്നെ വരണം? അങ്ങനെയാണ് പൊതുവെ ചിലർ പറയാ. പക്ഷെ എന്താ നോർമലി എക്സ്പെക്റ്റഡ് എന്താണ്? സാരമില്ല, എല്ലാം ശരിയാവും, കുട്ടികളുടെ അച്ഛ. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മളൊന്നുകൂടി നമ്മളെ ഇമോഷണൽ ഫംഗ്ഷൻ തരുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീട്ടിൽ വിളിച്ച് പറയോ? നിങ്ങൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ വീട്ടുകാർ പുച്ഛിക്കുന്ന പറയാം. പക്ഷെ എക്സ്പെക്റ്റഡ് എന്തായിരുന്നു? വിഷമം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ വിളിച്ച് പറയാൻ പറ്റണം അല്ലെ? നമുക്കൊരു വിഷമം, അച്ഛാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ അച്ഛൻ, എന്താ മോനെ നിന്റെ വിഷമം? എനിക്ക് ജോലി ഒന്നും, പോയി പഠിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, പൊതുവെ വിളിച്ച് പറയാറില്ലെങ്കിലും ബട്ട് ഫാമിലിന്റെ ഫംഗ്ഷനിൽ എന്തുകൂടി ഉണ്ട്? ഇമോഷണൽ. പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്കും, സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അവൻ എന്നെ തല്ലി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും സാരമില്ല, അങ്ങനെ ഇതാക്കി, കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അയ്യോ അതിന്റെ വിഷമിക്കുന്ന എന്നൊക്കെ രീതിയിൽ കുറെയൊക്കെ എന്നാലും അവർ ഇമോഷണൽ ഫംഗ്ഷൻസ് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു എക്സാമിന് തോറ്റ്, അവർ പറയും സാരമില്ല, ഒരു വർഷം കൂടി നോക്കുക, അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ഇമോഷണൽ സപ്പോർട്ടാണ്. നമുക്ക് സ്നേഹം അല്ലെ, സന്തോഷം. സോ ഇമോഷണൽ സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഫാമിലി എന്തെങ്കിലും തരുന്നുണ്ടോ? ഫാമിലി സൊസൈറ്റിക്ക് എന്താ കൊടുക്കുന്നത്? നല്ലൊരു പ്രോജനി എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു ജനറേഷനെ കൊടുക്കുന്നത് ആരാണ്? സൊസൈറ്റിയിലേക്കുള്ള ആളുകളെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഫാമിലിയാണ്. സോ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള സൊസൈറ്റിക്ക് ആരെ കിട്ടും? പുതിയ ജനറേഷനെ ഉണ്ടാക്കുന്ന ആരാ? പുതിയ ഈ സൊസൈറ്റി നിന്ന് പോകണമെങ്കിൽ ആര് വേണം? ആളുകൾ വേണം. ആളുകളില്ല, മനുഷ്യന്മാരില്ലെങ്കിൽ സൊസൈറ്റി നിന്ന് പോവോ? ഇല്ല. അപ്പൊ സൊസൈറ്റി നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആളുകൾ വേണം, നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആളുകൾ വേണം. ആളുകൾ വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ റീപ്രൊഡക്ഷൻ നടക്കണം. സോ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആരാ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്ന റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫാമിലി നമുക്ക് കണ്ടു, ഇത്രത്തോളം ഫംഗ്ഷൻ ഫാമിലി നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ഫാമിലി ഇല്ലാത്ത, അപ്പൊ നമുക്കൊരു കാര്യം പറയാം, ഫാമിലി പൊതുവെ എന്താണ്? എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ടാവും? ഫാമിലി ഉണ്ടാവും. ഫാമിലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും, നിങ്ങൾ ട്രൈബൽ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും, നിങ്ങൾ മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഫാമിലിനെ കാണാൻ പറ്റും. സോ ഫാമിലി ബേസിക്കലി എന്താണ്? ഒരു യൂണിവേഴ്സലാണ്. ഫാമിലി എല്ലായിടത്തും ഉണ്ട്. എല്ലാ സൊസൈറ്റിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിലിനെ കാണാൻ പറ്റും. സോ ഫാമിലി, അപ്പൊ നമ്മൾ സ്റ്റഡി എടുത്തുമ്പോൾ നമ്മൾ US എടുത്തു, US ഫാമിലി ഇല്ലേ? ഇന്ത്യയിൽ ഫാമിലി ഇല്ലേ? ട്രൈബൽ സൊസൈറ്റിയിൽ ഫാമിലി ഇല്ലേ? അപ്പൊ എല്ലാ സൊസൈറ്റിയിലും കോമൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയാണ്. ഓക്കെ, സോ ഹിയർ ഓൾസോ ഇനി ചില സൊസൈറ്റി ചിലപ്പോൾ ഫാമിലി ഇല്ലാതാവാം. ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് യു ഡാറ്റ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കാം ഫാമിലിന്റെ. ഞാൻ ഒരു രാജ്യത്തിന്റെ കുറച്ച് ഡാറ്റയാണ് പറയുന്നത്, ഒരു രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. ആ രാജ്യം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. 1990s ആ രാജ്യത്തിന്റെ ഒരു സ്റ്റഡീസ് ആണിത്. ആ രാജ്യത്തിന്റെ ഒരു പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു നോക്കാം. ആ രാജ്യത്ത് 1990s നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് അലോൺ, അവരെന്താണ്? ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. 36% ആണ്. ആ രാജ്യത്തെ ടോട്ടൽ പോപ്പുലേഷൻ 36% എന്താണ്? നമ്മളിപ്പോഴത്തെ ലൈഫാണ്, ഒറ്റയ്ക്കാ, കൂട്ടിനാരുമില്ല. ഓക്കെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ ആണ്. കൂടുതലുള്ള ആളുകൾ ഫാമിലിയിൽ എന്താണ്? ലിവിങ് ടുഗദർ ആണ്. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാതെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവർ ഒന്നിച്ച് താമസിക്കുന്നവർ കൂടുതലും ലിവിങ് ടുഗദർ ആണ്. ലിവിങ് ടുഗദറിന്റെ പെർസെന്റേജ് 26% ആളുകൾ ലിവിങ് ടുഗദർ ആണ് ആ കൺട്രിയിൽ. ദിസ് പർട്ടിക്കുലർ കൺട്രിയിൽ 26% ആളുകളും ലിവിങ് ടുഗദർ ആണ്. മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിൽഡ്രന്റെ കാര്യം, ചിൽഡ്രൻ ബോൺ ഔട്ട്സൈഡ് മാരേജ്.
ഇവിടെ കുട്ടികളെങ്ങാനും കല്യാണത്തിന് ഇല്ലാതെ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കല്യാണം കഴിക്കാതെ കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇന്ത്യയിൽ എന്താണ്? ഭയങ്കര പ്രശ്നമാണ് അല്ലെ? ഇപ്പൊ ഒരു ആലോചിച്ച് നോക്കുക, നിങ്ങൾ കല്യാണം കഴിച്ചില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും അല്ലെ? പിന്നെ വീട്ടിൽ കയറാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്താണ്, ഈ കൺട്രിയിൽ 50% ചിൽഡ്രനും ജനിക്കുന്നത് എന്തിനാണ്? പുറത്താണ്, കല്യാണത്തിന് പുറത്താണ്. അതായത് അവരുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തിട്ടില്ല? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കുട്ടികൾ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. സോ 50% കുട്ടികളും ആ കൺട്രിയിൽ എന്താണ്? കല്യാണത്തിന് ഇല്ല. ആവറേജ് ഹൗസ് ഹോൾഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനകത്ത് എത്ര പേര് താമസിക്കുന്നുണ്ട്? 2% ആണ്. ദാറ്റ് മീൻസ് ആവറേജ് ആണ്. അപ്പൊ എന്തുണ്ട്? ഒരാൾ താമസിക്കുന്നുണ്ട്, ഓക്കെ, 3 പേര് താമസിക്കുന്നു. പക്ഷെ ആവറേജ് എത്രയേ ഉള്ളൂ? മാക്സിമം 2 പേരെ ഒരു വീട്ടിലുള്ളൂ. നമ്മളെ വീട്ടിലൊക്കെ എത്രയുണ്ട്? ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ അല്ലെ? അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ഈ കൺട്രിയിലാണ് വൺ ഓഫ് ദ ഹയസ്റ്റ് ബ്രേക്കപ്പ് റേറ്റ് ഉള്ളത്. ഹയസ്റ്റ് ബ്രേക്കപ്പ് റേറ്റ് ആണ് ഇവിടെ. എന്ന് പറഞ്ഞ എന്തെങ്കിലും ഞാൻ അപ്പുറം ഒന്ന് പോയിക്കോട്ടെ, പോണ്ട, ഓക്കെ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇവിടെ ബ്രേക്കപ്പാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ബ്രേക്കപ്പ് ഇല്ലല്ലോ, ടോക്സിസിറ്റി മാത്രമല്ലേ നമുക്കുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ വുമൺ പാർട്ടിസിപ്പേഷൻ വർക്ക് ഫോഴ്സിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഈ ഒരു കൺട്രിയിൽ വുമൺ പാർട്ടിസിപ്പേഷൻ നോക്കുവാണെങ്കിൽ, സോറി, വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക്, വുമൺ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അറൌണ്ട് 77% വുമൺ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വർക്ക് എടുക്കാന്നുണ്ട്. ഇന്ത്യയിൽ എത്രയാണ്? ഇന്ത്യയിൽ 24% ഉള്ളൂ വുമൺ വർക്കിന് പോകുന്നത്. വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്, എക്കണോമിക്കലായിട്ടുള്ള വർക്കിന് പോകുന്നത് 26%. ഈ കൺട്രിയിൽ 77% വുമൺ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഇതിനെ കമ്പയർ ടു വേറൊരു രാജ്യത്തിനെ ഞാൻ പറയാം. ദിസ് കൺട്രി ഈസ് USA. ഈ രണ്ടാമത് പറയാൻ പോകുന്ന രാജ്യം USA പറ്റിയിട്ടുള്ള ഡാറ്റയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ എണ്ണം 24%, ലിവിംഗ് ടുഗദർ ഓൺലി 8%, ചിൽഡ്രൻ ഔട്ട്സൈഡ് മാരേജ് ഓൺലി 33%, ആൻഡ് ഹൗസിന്റെ സൈസ് 2.6, ആൻഡ് വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇസ് 59. ഓക്കെ. ഈ ആദ്യത്തെ രാജ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ രാജ്യത്ത് ഫാമിലി സ്ട്രോങ് ആണോ വീക്ക് ആണോ? വീക്ക് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുട്ടികളൊക്കെ എന്താണ്? മാരേജിന്റെ പുറത്താണ് അല്ലെ? 50% കുട്ടികൾ ഉണ്ടാവുന്നത് കല്യാണം കഴിക്കാതെയാണ്. അപ്പൊ ഫാമിലി സിസ്റ്റം അവിടെ ഉണ്ടാവുന്നില്ല. ആളുകൾ എന്താണ്? ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്? ഇല്ല. 36% ആളുകൾ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ലിവിങ് അലോൺ ആണ്. ലിവിങ് ടുഗദർ ആണ് 26%. ഇനി കഴിക്കുന്നവർ തന്നെ, ഒന്നിച്ച് താമസിക്കുന്നവർ തന്നെ എന്താണ്? 26% കല്യാണം എന്നൊരു പറയുന്ന നോം സിസ്റ്റത്തിന്റെ പുറത്താണ് അവർ താമസിക്കുന്നത്. ഓക്കെ. സോ ആവറേജ് ഹൗസ് ഹോൾഡ് സൈസ് എന്ന് പറയുന്നത് 2 പേരേ ഉള്ളൂ. അതായത് വളരെ 2 പേരാണ് ഒരു മാക്സിമം ഒരു വീട്ടിൽ. കുട്ടികളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികൾ വേറെ പോയി താമസിക്കും. ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ താമസിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ എന്ത് ചെയ്യും? ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. റിലേഷൻഷിപ്പിന് ഡ്യൂറേഷൻ എന്തായിരിക്കും? ഡിവോഴ്സ് ഒക്കെ പെട്ടെന്ന് നടക്കും. ഡ്യൂറേഷൻസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ US ഓരോരുത്തരെ പ്രൊഫൈലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെന്താ? ആദ്യത്തെ കല്യാണം 2005 മുതൽ 2010 വരെ, സെക്കൻഡ് വൈഫ് 2012 മുതൽ 16 വരെ, അങ്ങനെ കാണാൻ പറ്റും. മൂന്നാമത്തെ വൈഫ് സ്റ്റിൽ കണ്ടിന്യൂ. ഇനി എപ്പോൾ ബ്രേക്കപ്പ് ആവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. സോ 1ഉം 2ഉം 3ഉം വൈഫൊക്കെ ആർക്ക് കാണാൻ പറ്റും? നിങ്ങൾ US അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളുടെ ഒക്കെ വിക്കിപീഡിയ പ്രൊഫൈൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ 3ഉം 4ഉം കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും? നമ്മളെങ്ങനെയാ ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചാവുന്നവരെ എന്ത് ചെയ്യണം? നമ്മൾ ഈ സാധനത്തിന് സഹിക്കണം, ഈ ഭൂതത്തെ സഹിക്കണം. അത് ആണായാലും ശരി പെണ്ണായാലും ശരി, കിട്ടിയതാ. അതുകൊണ്ട് എന്താ, ഉരുപ്പിടീനെ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് പേടിയാണ്. കാരണം എന്താ, ഇത് അവസാനം വരെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സിസ്റ്റം അല്ലെ? ലീഗലി ഇപ്പൊ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും സോഷ്യൽ സ്റ്റിഗ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ മാറി, പിന്നെ നോ മോർ സിംഗിൾ. ഇപ്പൊ നിങ്ങൾ എന്താണ്? ആണോ? നീയൊക്കെ സിംഗിൾ ആണോ? എടാ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ എന്ന് പറയില്ല, അൺമാരീഡ് എന്ന് പറയണം കേട്ടോ. നിനക്കായി. ഞാനൊക്കെ സിംഗിള്. ആഹാ, 30 വയസ്സായി എന്നിട്ട് പറയാം സിംഗിൾ ആണൊക്കെ. പെണ്ണ് കിട്ടാത്തതാണ് അവന്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ രേഷ്മ അല്ലെ? രേഷ്മയൊക്കെ എന്താണ്? മാരീഡ് ആണ്. സോഷ്യൽ സിസ്റ്റത്തിലാണ്, കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പൊ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ്. സോ രേഷ്മയെ കുറിച്ചാണ് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞ രേഷ്മ നിന്നെ. ഓക്കെ. ഹൗസ് ഹോൾഡ് സൈസ് 2% വരുന്നു. സോ ഈ ഒരു രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലി സിസ്റ്റം വളരെ വീക്കാണ്. പക്ഷെ ഈ രാജ്യത്ത് കമ്പാരിറ്റീവ്ലി ഫാമിലി സിസ്റ്റം സ്ട്രോങ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, കുറച്ചുകൂടി ഉണ്ടാവും. ഈ രാജ്യം ഏതായിരിക്കും? നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഏത് ഭാഗത്തുള്ള രാജ്യമായിരിക്കും? പോസ്റ്റ് വാറോ? 1990s. ആ,
അപ്പൊ ഏത് രാജ്യത്തെ പറ്റിയായിരിക്കും? ഏകദേശം റീജിയൻ ഏഷ്യൻ കൺട്രീസ് ആവാൻ ചാൻസ് ഉണ്ടോ? ആഫ്രിക്കൻ കൺട്രീസ് ആവാൻ ചാൻസ് ഉണ്ടോ? ആഫ്രിക്കൻ കൺട്രീസ് എങ്ങനെയാവും? ആഫ്രിക്കൻ കൺട്രീസ് ഡെവലപ്ഡ് അല്ലല്ലോ. ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും എന്തായാലും. ആയിരിക്കണല്ലോ, അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റം വീക്ക് ആവാൻ ചാൻസ് ഇല്ലല്ലോ. ലിവിങ് ടുഗദർ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഫാമിലി സിസ്റ്റം ഉണ്ട്, എന്നാലും അവിടെ ഒരു ഫാമിലി സിസ്റ്റം ഉണ്ട്. ബട്ട് ദിസ് കൺട്രി ഈസ് ബേസിക്കലി ഇതിന് കമ്മ്യൂണിറ്റിനെ അല്ല പറയുന്നത്, ഒരു രാജ്യത്തെയാണ് പറയുന്നത്. ട്രൈബൽ സിസ്റ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി അല്ലല്ലോ, ഒരു കമ്മ്യൂണിറ്റി അല്ല, രാജ്യമല്ലല്ലോ. ദിസ് കൺട്രി ഈസ് നോൺ ആസ് സ്വീഡൻ. നോർവീജിയൻ കൺട്രീസിലൊക്കെ എന്താണ് ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഈ കൺട്രികളൊക്കെ നോർവ, സ്വീഡൻ, ഈ കൺട്രികളിലൊക്കെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ ഹൈലി ഡെവലപ്ഡ് ആണ്. ഈ ഹൈലി ഡെവലപ്ഡ് ആയ കൺട്രീസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഫാമിലി വീക്കൻ ചെയ്യുന്നതായിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യങ്ങളിലെ കൺട്രീസിൽ ഫാമിലി വീക്കൻ ചെയ്യാനുള്ള കാരണം? എന്തിനുള്ള ഡിപ്പെൻഡൻസി കുറവാണ്? എക്കണോമിക്കലി ആരെല്ലാം ഡിപ്പെൻഡന്റ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് അല്ല. പിന്നെ പക്ഷെ എക്കണോമിക്കൽ നീഡ് മാത്രമല്ലല്ലോ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഫാമിലിന്റെ ആദ്യം നമ്മൾ കണ്ടു, ഫാമിലിക്ക് കുറെ ഫംഗ്ഷൻ ഉണ്ടെന്ന് കണ്ടു, കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. സെക്ഷൽ ഫംഗ്ഷൻ തരുന്നുണ്ട്, സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ, കുട്ടീനെ സോഷ്യലൈസ് ചെയ്യണം, റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചെയ്യണം സൊസൈറ്റീനെ. വെരി ഗുഡ്. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇസ് സ്വീഡൻ ഈസ് ഹൈലി ഡെവലപ്ഡ് ആൻഡ് സ്വീഡൻ ആണ് വൺ ഓഫ് ദി ഹയസ്റ്റ് ടാക്സ് കളക്ടിങ് കൺട്രി ഓൾസോ. സ്വീഡനിൽ ഭയങ്കര ടാക്സ് കൂടുതലാണ്. പക്ഷെ സ്വീഡനിൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഫംഗ്ഷൻസും ആരേറ്റെടുക്കാൻ തുടങ്ങി? ഗവൺമെന്റ് ഏറ്റെടുത്തു. ഫോർ എക്സാമ്പിൾ, സ്വീഡനിൽ നിങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടീന്റെ എല്ലാ കെയറിന്റെയും ഹെൽത്ത് ഫംഗ്ഷൻ ആര് കൊടുക്കണം? ഫാമിലിയാണ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ആരോഗ്യം ആരാ നോക്കുന്ന? ഫാമിലി അല്ലേ. സ്വീഡനിൽ ആര് ചെയ്തോളും? ഗവൺമെന്റ് നോക്കിക്കോളൂ ഹെൽത്ത്. സുഖായില്ലേ? ഇനി ഈ സാധനത്തിന് സ്കൂളിൽ വിടണം. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ കരഞ്ഞ് പിരിഞ്ഞ് ഇതിനെ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇട്ട് അല്ലെ സ്കൂളിൽ വിടണം. ആര് കൊണ്ടുപോയിക്കോളും? ഗവൺമെന്റ് എന്ത് ചെയ്തോളും? ഗവൺമെന്റ് അതിനുള്ള ഫെസിലിറ്റീസ്, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തോളും, ഫ്രീ ട്രാവൽ, അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ്, യൂണിഫോം, കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ആര് പ്രൊവൈഡ് ചെയ്യും? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ആര് പ്രൊവൈഡ് ചെയ്യണ്ട? ഫാമിലി പ്രൊവൈഡ് ചെയ്യണ്ട. ഇത് ആര് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു? ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു. സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ആര് പ്രൊവൈഡ് ചെയ്തോളും? ഫാമിലി പ്രൊവൈഡ് ചെയ്യും, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, ഇപ്പൊ നമ്മൾ ഫാമിലി ഇമോഷണൽ സപ്പോർട്ട് വേണല്ലോ. ഈ ഇമോഷണൽ സപ്പോർട്ട് ആര് കൊടുത്തോളൂ? അവിടെ ഗവൺമെന്റ് കൊടുത്തോളൂ. ബിക്കോസ് യു ആർ ലോൺലി, നിങ്ങൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒറ്റയ്ക്കാണ്, നിങ്ങൾ എന്ത് ചെയ്യും? കൂടി വന്നു കഴിഞ്ഞാൽ ജോൺസൺ മാഷിന്റെ 2 പാട്ടും കണ്ട് 2 ചായ കടുപ്പത്തിൽ കുടിച്ച് അയവറക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, ഹലോ ഞാൻ ഇന്ന് ഇച്ചിരി ലോൺലിയാണ്, ക്യാൻ ഐ ഗെറ്റ് സംബഡി ടു ടോക്ക്? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പം ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ, അത് ഇവിടെ കിട്ടില്ല. എന്ത് ചെയ്യും? ആ കുട്ടി നമ്മൾ എടുത്തേക്ക് വരുന്നു. ദേ വിൽ കം ആൻഡ് സിറ്റ് വിത്ത് അസ്. നമ്മളോട് സംസാരിക്കും, നമ്മൾ എന്റർടൈൻ ചെയ്യും. ഇപ്പം പ്രായമായ ആളുകൾക്ക് എന്ത് ചെയ്യും? അവരെ സോഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ വന്ന് ഇവരോട് ടൈം സ്പെൻഡ് ചെയ്യും. അതിൽ അവർലി ബേസ്, അത് സോഷ്യൽ സർവീസ് പോലെ ഇവിടെ എൻജിഒ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർക്ക് അവിടെ. അപ്പൊ അവർക്ക് അതിന് ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടും, പേയ്മെന്റ് കിട്ടും. അപ്പൊ അവരെന്ത് വെറുതെ വന്ന് അപ്പൂപ്പന്മാരെ കാണാം, അപ്പൂപ്പന്മാരൊക്കെ കളിപ്പിക്കുക, ഡാൻസ് കളിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. എന്ത് ഈസിയുള്ള ജോലി. ഞാൻ സ്വീഡനിൽ എങ്ങാനും പോവാ. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ ഫംഗ്ഷൻ ഇമോഷണൽ സപ്പോർട്ട് ആര് കൊടുത്തോളും? ഗവൺമെന്റ് കൊടുത്തോളും. ബേസിക്കലി ഫാമിലി എന്ന എഡ്യൂക്കേഷൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇപ്പം സ്വീഡനിൽ ജോലിയില്ല, ആര് ശമ്പളം തരും? ഗവൺമെന്റ് നിങ്ങൾക്ക് മാസം മാസം അൺഎംപ്ലോയ്മെന്റ് അലവൻസ് തരും. ഇവിടെയും കിട്ടും അൺഎംപ്ലോയ്മെന്റ് അലവൻസ്. 6 മാസം 7 മാസം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ജോലി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇവിടെയും കിട്ടും 450 രൂപ 500 രൂപയൊക്കെ. ഇത് അങ്ങനത്തെ പൈസയല്ല, ബേസിക് മിനിമം സ്റ്റാൻഡേർഡിനുള്ള ഇൻകം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ബേസിക് ആയി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അലവൻസ് ആര് തന്നോളും? ഇഫ് യു ആർ എ സ്വീഡൻ സിറ്റിസൺ, സ്വീഡൻ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് യു. അപ്പൊ നാളെ നിങ്ങൾക്ക് ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ പട്ടിണിയാവില്ല. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും നിങ്ങൾ പട്ടിണിയാവോ? ഇല്ല. കാരണം ആര് നിങ്ങൾ നോക്കിയുള്ള? അച്ഛന് ജോലിയുണ്ട്, അച്ഛൻ എന്ത് ചെയ്യും? അച്ഛന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് നിങ്ങൾ ചിലവൂടി നോക്കും. അപ്പം നമുക്കൊരു സെക്യൂരിറ്റി നെറ്റ് വർക്ക് തരുന്നുണ്ട് ഫാമിലി, അല്ലെ? ഒരു സെക്യൂരിറ്റി നെറ്റ് തരുന്നുണ്ട്. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും നമ്മൾ ആര് നോക്കും? അച്ഛൻ നോക്കും. പക്ഷെ അവിടെ ഫാമിലി ഉണ്ടോ? ഇല്ല. പക്ഷെ ആര് നോക്കിയുള്ളൂ? അത് നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഗവൺമെന്റ് നോക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പട്ടിണി നടക്കണ്ടല്ലോ, നമുക്ക് അടുത്ത ജോലിയിലേക്ക്
പോകാൻ പറ്റും. നല്ല വീട്, ഫെസിലിറ്റി, ഹെൽത്ത് സെന്റർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫാമിലി തരും. സോ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ഓൾ ദ, or government is in Sweden, government is taken over all the functions of family. So family getting irrelevant, or relevance of family become lesser in Sweden. So family മോഡേൺ സൊസൈറ്റിയിൽ ഇല്ലാതാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവില്ല. ഫാമിലിന്റെ ഫംഗ്ഷൻസ് ആർ സ്റ്റിൽ ദയർ. പക്ഷെ ഫംഗ്ഷൻസ് ആരെടുക്കുന്നു? ഗവൺമെന്റ് വേണമെങ്കിൽ ചില കൺട്രികളിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ട് സ്വീഡനിൽ എന്തായിരിക്കും? ടാക്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, കാരണം എല്ലാ സാധനവും കൊടുക്കുന്ന ആരാണ്? ഫാമിലിയാണ്. നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, നിങ്ങൾക്ക് കുറെ ഭയങ്കര വരുമാനമുണ്ട്. വൺ ഓഫ് ദ ഹൈയസ്റ്റ് ടാക്സ് കളക്ടിങ് കൺട്രിയാണ് സ്വീഡൻ. പക്ഷെ നിങ്ങൾക്ക് ഇതിപ്പോ നിങ്ങൾക്ക് ശമ്പളം ഉണ്ട്. ഇവിടെയാണ് എന്ത് ചെയ്യണം? കുട്ടീന്റെ എഡ്യൂക്കേഷൻ നോക്കണം, നമ്മളെ ഹെൽത്ത് കെയർ നോക്കണം. അവിടെ കംപ്ലീറ്റ്ലി എന്താണ്? ഇൻഷുറൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഹെൽത്ത് കെയറിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, എഡ്യൂക്കേഷന്റെ പൈസ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക് മിനിമം നീഡ്സ് ഒക്കെ എന്ത് ചെയ്യും? ഗവൺമെന്റ് തന്നെ ചെയ്തു തരും. അപ്പൊ നമുക്ക് എന്താ ഇത്രയും പൈസ നമ്മളതിൽ ആവശ്യമുണ്ടോ? ഇല്ല. ആ പൈസ ആർക്ക് നമ്മൾ കൊടുക്കും? ഗവൺമെന്റിന് ടാക്സ് ആയി കൊടുക്കും. ആൻഡ് ഗവൺമെന്റ് വിൽ ടേക്ക് കെയർ ഓൾ ദിസ് ഫംഗ്ഷൻ. അങ്ങനെ വരുന്ന സമയത്ത് ഫാമിലിക്ക് എന്ത് ചെയ്യാറുണ്ട്? റെലവൻസ് നഷ്ടപ്പെടാറുണ്ട്. സോ ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സൊസൈറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നൗ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. ആസ് വി ഓൾറെഡി ഡിസ്കസ്, ഫാമിലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി ഈസ് ദി മോസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതെന്താണ്? ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ നിന്നാണ് ബാക്കി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സൊസൈറ്റി ഉണ്ടാവുമ്പോൾ ആദ്യം എന്താണ്? ഓരോ ഫാമിലികളാണ് അല്ലെ? സൊസൈറ്റിയിൽ ഇന്ന വീട്, ഈ വീട് മാത്രമാകുമ്പോൾ സൊസൈറ്റി വരുമോ? ഇങ്ങനെ ഒരുപാട് വീടുകൾ ഉണ്ടാവുമ്പോഴാണ് എന്ത് വരുന്നത്? അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാവുമ്പോഴാണ് നമ്മളൊരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇപ്പൊ ഒരു സൊസൈറ്റിന്റെ മോസ്റ്റ് ബേസിക് യൂണിറ്റ് എന്താണ്? സോഷ്യോളജി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് ഫാമിലിയാണ്. സോ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൊസൈറ്റി ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏത് ഹ്യൂമൻ ഗ്രൂപ്പ് എടുക്കുവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയിലെ ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. സോ എന്ത് ചെയ്യും? നമ്മൾ ഇൻഡിവിജ്വൽസിനെ കാര്യങ്ങൾ, നമ്മളെ ഡിസിഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഫാമിലിയിലെ എഫക്ട് ചെയ്യും. സോ ഫാമിലിയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു സൊസൈറ്റിയിൽ ഒരു സാധനം വരുന്നത്. ഫാമിലി എന്ന് പറയുന്ന ഒരു വേർഡ്, ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്, എടുത്തിരിക്കുന്ന ഒരു ലാറ്റിൻ വേർഡിലാണ്. നോട്ട് വെരി ഇമ്പോർട്ടന്റ്. ഫാമിലിയസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. മീനിങ് എന്ന് വരുന്നത് മീനിങ് എ സർവന്റ്. ഓക്കെ, സോ ഫാമിലി എന്ത് ചെയ്യുന്നു? ഒരുപാട് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ രീതിയിലാണ് അതിന്റെ വേർഡ് മീനിങ് ജസ്റ്റ് വരുന്നത്. സോ ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ടഡ് ദ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, slaves and other servants as well as members connected by common descent or marriage. എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സ്ലേവ്സ് ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആവാം. പ്രൊഡ്യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്കണോമിക്കൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും അവിടെ. ഇവരെന്ത് ചെയ്യും? ഒരു പണ്ടൊക്കെ എന്താണ് വർക്ക് നടക്കുന്നത് എവിടെ തന്നെയാണ്? ഫാമിലി തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് പണി മൊത്തം. നമ്മൾ ഫാക്ടറി പോയിട്ട് എന്ത് ചെയ്യുന്ന പണി ചെയ്യുന്ന സിസ്റ്റം ഇൻഡസ്ട്രിയലൈസേഷൻ ശേഷമാണ് വന്നിട്ടുള്ളത്. പണ്ട് പണി എവിടെ തന്നെയായിരിക്കും? നമ്മൾ വീട്ടിൽ ഇപ്പം കൊട്ട ഉണ്ടാക്കുന്നവൻ എവിടെ തന്നെ ഇരുന്നാ കൊട്ട ഉണ്ടാക്കുന്നത്? രാവിലെ എണീറ്റ് ഭക്ഷണം ചായ കുടിച്ച് വീടിന്റെ മുറ്റത്ത് ഇരുന്നിട്ടാണ് കൊട്ട ഉണ്ടാക്കുന്നത്. സോ ഫാമിലി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ യൂണിറ്റും. ഏത് ഫാക്ടറികളൊക്കെ വരുന്നതിന് മുമ്പ് ഫാമിലി തന്നെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. സോ പ്രൊഡ്യൂസേഴ്സ് ആവാം, സ്ലേവ്സ് ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനത്തെ കമ്മ്യൂണിറ്റി ആവാം? കോമൺ ഡിസെന്റ്, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്ങനെ ഒരു ഡിസെന്റ്, ഒരു താഴ്വരയിൽ നിന്ന് ഉണ്ടാവുന്ന ആളുകളാവാം. അല്ല എന്നുണ്ടെങ്കിൽ മാരേജ് വഴിയും ഉണ്ടാവുന്ന ആളുകളാവാം ഫാമിലി എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ട് ഫാമിലി എന്നാണ്. ഇനി ഫാമിലിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ, ജനറൽ ആയിട്ട് ഫാമിലിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ, ഫാമിലിന്റെ ഇമ്പോർട്ടൻസ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സാലിറ്റി ആണ്. As we already discussed, family is there in all the society. നമ്മൾ ഏത് സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ സ്റ്റഡി ഡൺ ബൈ JP Mudrock. JP Mudrock എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് തിങ്കർ ആണ്. നിങ്ങൾക്ക് ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. പക്ഷേ ഈ JP Mudrock ഒക്കെ ഫാമിലിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്കർ ആണ്. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇയാളെ പേര് ഇങ്ങനെ കേട്ട് തന്നെ പഠിച്ചോളൂ. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇയാളെ നിങ്ങൾ എന്ത് ചെയ്യില്ല? മറക്കില്ല. ഇങ്ങനെ ഒരുപാട് തിങ്കേഴ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവര് നമ്മളിങ്ങനെ 2-3 തവണ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിപ്പോ ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? തിങ്കേഴ്സ് ഉണ്ടാവും. ആ തിങ്കേഴ്സ് നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ, അത് കാണാതെ പഠിച്ചേ മതിയാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് കാണാതെ പഠിക്കണ്ട. ഇപ്പൊ ഫാമിലി എടുക്കുമ്പോൾ JP Mudrock എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണാണ്. അപ്പൊ അയാളെ നമ്മൾ എങ്ങനെയായാലും പഠിച്ചു പോകും, അറിയാതെ പഠിക്കും. ഓക്കെ, സോ JP Mudrock എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലിയെ പറ്റിയിട്ടൊരു സ്റ്റഡി നടത്തുന്നുണ്ട്. JP Mudrock എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 സൊസൈറ്റിയിൽ അനലൈസ് ചെയ്തു. അതായത് പുള്ളി പോയിട്ട് 250 വ്യത്യസ്ത സൊസൈറ്റി, കേരളത്തിൽ വന്നു, അങ്ങനെ പല 250 സൊസൈറ്റി പോയിട്ട് നോക്കിയപ്പോഴും എല്ലാ സൊസൈറ്റിയിലും കോമൺ ആയിട്ട് പുള്ളി കണ്ടെത്തിയ ഒരു സാധനം എന്താണ്? ഫാമിലിയാണ്. സോ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സൊസൈറ്റി, നിങ്ങൾ എവിടെ US പോയാലും ഫാമിലി ഉണ്ട്. ഈവൻ സ്വീഡനിലും നമ്മൾ എന്ത് കണ്ടു? ഫാമിലിന്റെ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്?
ഫാമിലി ഉണ്ട്, ഫാമിലി അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലിന്റെ പക്ഷെ ഫോം എന്തായിരിക്കും, ചിലപ്പോൾ വേറെ ആയിരിക്കും. പക്ഷെ ഫാമിലിന്റെ ഫങ്ഷൻസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്തുണ്ട്, ഇപ്പോഴും എല്ലാ സൊസൈറ്റിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാമിലിയിൽ എന്തുണ്ടാവും, ദർ വിൽ ബി എ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഫാമിലിയിൽ. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഫാമിലിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഫാമിലിയിൽ പൊതു ഇതൊരു പഴയ ഡെഫിനേഷൻ ആണ്. വെൻ എ മാൻ ആൻഡ് വുമൺ എസ്റ്റാബ്ലിഷ് എ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. സോ ട്രഡീഷണൽ പഴയ കാലത്തെ ഇതല്ലേ, സൊസൈറ്റിയുടെ ഫാമിലിനെ പണ്ട് ഉണ്ടാക്കിയതല്ലേ. ഇന്ന് മാൻ ആൻഡ് വുമൺ മാത്രമാണോ ഫാമിലി എന്ന് പറയുന്നത്? മേറ്റിംഗ് റിലേഷൻ ക്യാൻ ബി ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ ആവാൻ പറ്റും, മാൻ ബിറ്റ്വീൻ വുമൺ ആവാനും പറ്റും. യു ഡോണ്ട് നീഡ് ടു ബി, ഇത് എന്താണ്, ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് അല്ലെ, ആണും പെണ്ണും മാത്രമുള്ള റിലേഷൻഷിപ്പിന് പറയുന്നത്. സോ ഒരു ഫാമിലിയിലെ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ എന്തുണ്ടാവും, ഒന്ന് ഫാമിലി എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ആ ഫാമിലിയിൽ നമുക്കറിയാം ആ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവും, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിൽ. മെമ്പേഴ്സ് ഇൻ ദ സെൻസ് ദാറ്റ് ആര് തമ്മിലാണ്, ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ അതിനകത്തുള്ള മെയിലും ഫീമെയിലും തമ്മിൽ, അല്ലെങ്കിൽ മെയിൽ തമ്മിൽ, അല്ലെങ്കിൽ ഫീമെയിൽ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ കോറായി തമ്മിൽ ആളുകൾ തമ്മിൽ ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫാമിലിയിൽ കാണാൻ പറ്റും. അത് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഫാമിലി ഫോം ചെയ്യുന്നത് എ ഫോം ഓഫ് മാരേജിലൂടെയാണ് അല്ലെ. ഇതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഇത് ഫോർ എക്സാമ്പിൾ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഔട്ട്സൈഡ് ദ മാരേജ് ഓൾസോ അല്ലെ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, നൗ ദ ഐഡിയ ഇസ് ദാറ്റ് ലെറ്റ്സ് ട്രൈ ബിഫോർ ദ മാരേജ്. മാരേജിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ തമ്മിലുള്ള ആളുകൾ കോമ്പാറ്റബിൾ ആണോ എന്നുള്ള ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് ചിലപ്പോൾ ലിവിങ് ടുഗദർ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചു നോക്കും, അല്ലെങ്കിൽ വിൽ ട്രൈ ഔട്ട് യുനോ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേരും കോമ്പാറ്റബിൾ ആളുകളാണോ. കാരണം അതിനുശേഷം മാത്രം കല്യാണം കഴിക്കുന്ന സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, റിലേഷൻഷിപ്പുകളിൽ ആളുകൾ സെക്ഷൽ റിലേഷൻഷിപ്പ് കാണാൻ ഇപ്പൊ ലവേഴ്സ് തമ്മിൽ എന്താവാറുണ്ട്, സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതൊരു ഫാമിലിയാന്ന് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ ഒരു ഗേൾ ഫ്രണ്ട് ഒരു ബോയ് ഫ്രണ്ട്, അവർ വീട്ടുകാർക്കൊന്നും അറിയില്ല, ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്, വളരെ കോമൺ അല്ലേ. അതുകൊണ്ട് അത് അക്സെപ്റ്റബിൾ ആണ് അല്ലെ നമുക്കിടയിൽ, പൊതുവെ പാരന്റ്സിന്റെ ഇടയിൽ അത് അക്സെപ്റ്റബിൾ അല്ല. ഈ ഒരു ജനറേഷന്റെ ഇടയിൽ നമുക്കറിയാം ഓക്കെ സെക്ഷൽ റിലേഷൻ ഉണ്ടാവുന്നത് ഇറ്റ്സ് ദെയർ മാറ്റർ, ഇറ്റ്സ് ലൈക്ക് എ ബേസിക് നീഡ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പറയോ ഇവർ രണ്ടും ഒരു ഫാമിലി ആണ് കേട്ടോ, പറയിൽ. പക്ഷെ നമ്മൾ പറയും അത് ഫാമിലി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ ഫാമിലി എങ്ങനെയായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? പൊതുവെ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു ഫോമിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ അത് ലീഗലൈസ് ചെയ്തു അല്ലെ. എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്തായി പറഞ്ഞു, ഓക്കെ ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവരെന്താണ്, മാരീഡ് ആണ്. അപ്പൊ ഇവർക്ക് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അത് ചെയ്യുന്നതിന് ആർക്കെങ്കിലും സദാചാര പ്രശ്നമുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ടും ഒരു ഗേൾ ഫ്രണ്ടും പോയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ കാണുന്നവരൊക്കെ പറയും, അവന് ഹോട്ടൽ റൂമിൽ റൂം എടുത്തോ പ്രശ്നമുണ്ട്, അതാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും പോവാണെങ്കിലോ മന്യന്മാർ. രണ്ടുപേരും ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും, ഒരേ കാര്യമായിരിക്കും. പക്ഷെ എന്താണ്, ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ദർ ഈസ് എ സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി. സെക്ഷൽ റിലേഷൻഷിപ്പിന് എന്തുണ്ട്, സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. മറ്റേടത്തും സെക്സ് ചെയ്യാം അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ്, പക്ഷെ എന്തില്ല, സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി ഇല്ല. സോഷ്യലി സമ്മതിക്കുന്നില്ല, സൊസൈറ്റി സമ്മതിക്കുന്നില്ല. നമ്മൾ കുറച്ച് ഇൻഡിവിജ്വൽസിന് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ സൊസൈറ്റി ആസ് എ ലാർജ് എന്ത് ചെയ്യുന്നില്ല, ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് അംഗീകരിക്കുന്നില്ല. സോ മാരേജിൽ ഈ മേറ്റിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ആയിരിക്കും, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിലൂടെ ആയിരിക്കും ഈ മേറ്റിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭർത്താവാണ് എന്നുള്ളത് കല്യാണം കഴിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സീൻ ഇൻ ഫാമിലി. ഫാമിലിയിൽ ഒരു ക്യാരക്ടറിസ്റ്റിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ? കേട്ടില്ല. ഇല്ല. അതെ അതെ അതെ. മജോറിറ്റി ഇൻഡിവിജ്വൽസ് ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫാമിലി ആവോ എന്നുള്ളതല്ലേ. അപ്പൊ അതിന് വെച്ചാൽ ഫാമിലിക്ക് വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫാമിലി എന്ത് ചെയ്യണം, ഇവര് കോമൺ റെസിഡൻസിലേക്ക് വരുന്നുണ്ട് കുറെ ചെയ്യുമ്പോഴേക്കും. ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ വരുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് മാത്രം അത് ഫാമിലി ആവില്ല. സി കല്യാണം കഴിച്ചിട്ട് ആളുകൾ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് പോയിട്ട് ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് മാരേജ് സെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരുണ്ട്, കല്യാണത്തിന് മുന്നേ സെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫാമിലി അല്ല. സെക്ഷൽ റിലേഷൻഷിപ്പ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ടു ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു വൺ ഓഫ് ദ ക്രൈറ്റീരിയ സെപ്പറേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ. അപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവർ ഫാമിലി ആവില്ല. മജോറിറ്റി അത് ഓക്കെ എന്ന് പറഞ്ഞാലും അത് ഫാമിലി ആവില്ല. ബാക്കി ഫംഗ്ഷൻസ് കൂടി അവരെടുക്കണം. ബാക്കി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫംഗ്ഷൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ മാരേജ് വേണമെന്നില്ല. ഇപ്പൊ ലിവിംഗ് ടുഗദർ ഫാമിലിന്റെ പുതിയ ഫോമാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മജോറിറ്റി എന്തുണ്ട്, അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഫാമിലി ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും അവർ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ലിവിംഗ് ടുഗദറിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ധർമ്മജൻ ഈ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ലീഗലൈസ് ആയിട്ട് കല്യാണം കഴിച്ചത്. ഇതുവരെ എന്താണ് ആസ് പെർ മാരേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തില്ല, ധർമ്മജൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓൾ അതർ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ധർമ്മജന്റെ ഫാമിലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ധർമ്മജൻ ഇത്രയും കാലം ഫാമിലി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഫാമിലി തന്നെയാണ്. കാരണം ഫാമിലിയുടെ ബാക്കി എല്ലാ ഫംഗ്ഷൻ ചെയ്യുന്നത്. മാരേജ് മാത്രം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്തു, അതൊരു ലീഗലൈസ്ഡ് മാരേജ് ആയി. അന്നും മാരേജ് വെറുതെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെയും റെക്കോർഡിക്കൽ ഇല്ല. നൗ ഇറ്റ്സ് എ ലീഗലൈസ്ഡ് മാരേജ്. ഓക്കെ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ബിക്കം ആ ഒരു ഫംഗ്ഷനോടെ അതുകൂടി ആ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി അഡോപ്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഫാമിലി ആവാതിരിക്കുന്നില്ല. ഓക്കെ. സോ ഒരു ഫോം ഓഫ് മാരേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ ദർ ക്യാൻ ബി എ കോമൺ റെസിഡൻസ് ഉണ്ടാവാം. ഫാമിലി ആകുമ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന നമുക്കൊരു വീട് ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കോമൺ റെസിഡൻസ് ആണ്. രണ്ടുപേരും ഇപ്പം അച്ഛൻ അമ്മ നിങ്ങൾ താമസിക്കാൻ നിങ്ങൾക്ക് ഒരു വീടില്ലേ, നിങ്ങൾ പറയും ഇതെന്റെ വീടാണ്. നമ്മൾ ഫാമിലി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കില്ലേ, ചെറുപ്പത്തിൽ അച്ഛൻ അമ്മ നമ്മൾ ബലൂൺ പിടിച്ചിരിക്കുന്ന, നമ്മൾ പുറകിൽ ഒരു വീട്, പിന്നെ ഒരു മല, ഒരു സൂര്യൻ, ഒരു രണ്ട് പറവ. ഇതായിരിക്കും ഫാമിലി വരയ്ക്കുന്ന ചിത്രത്തിൽ നമ്മൾ വരയ്ക്കുന്ന ബേസിക് ആയ ചിത്രം. സോ എന്തുണ്ടാവും, ഒരു ഹൗസ് ഹോൾഡ് ഉണ്ടാവും. ദർ വി ലിവ് ഇൻ. നമ്മൾ താമസിക്കുന്ന ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ വീട് എന്തുണ്ടാവും, ഒരു ഫാമിലിക്ക് ഉണ്ടാവും. ഹൗസ് ഹോൾഡും ഫാമിലിയും രണ്ടും രണ്ടാണ്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പക്ഷെ ബേസിക് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, ഒരു റെസിഡൻസ്, ഒരു വീട് ഉണ്ടാവും. ആ വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുക. ചില സമയത്ത് രണ്ട് വീടുകൾ താമസിക്കും. ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർ 2 റൂമിലേക്ക് ആദ്യം മാറും. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു നിലയിൽ അച്ഛൻ, ഒരു നിലയിൽ അമ്മ, പിന്നെ കുറച്ചുകൂടി അടി മൂക്കുമ്പോൾ എന്ത് ചെയ്യും, രണ്ട് വീടാവാറൊക്കെ ഉണ്ട്. കാരണം ഡിവോഴ്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആയി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. കാരണം ഡിവോഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിഗ്മയുള്ള സാധനം. ഡിവോഴ്സ് ചെയ്യുക, സോ നാട്ടുകാർ സമ്മതിക്കില്ല, കുടുംബക്കാർ സമ്മതിക്കില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ അതിലും ഭേദം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും പിരിഞ്ഞ് സമാധാനം, നീ നിന്റെ വഴി ഞാൻ എന്റെ വഴി, ബട്ട് വിത്തിൻ ദ മാരേജിൽ അവരിപ്പോഴും എന്തായിരിക്കും, മാരീഡ് ആയിട്ട് മാരേജ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവരുണ്ടാവുക. ഓക്കെ. ദെൻ ആസ് വി ഓൾസോ ഡിസ്കസ്ഡ് എക്കണോമിക്കൽ പ്രൊവിഷൻ. എന്തുണ്ടാവും ഫാമിലിയില്, ദർ വിൽ പ്രൊവൈഡ് ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എക്കണോമിക്കൽ നീഡ്സ് ഓഫ് മെമ്പേഴ്സ്. എക്കണോമിക്കൽ നീഡ്സ് ഓഫ് മെമ്പേഴ്സ് സാറ്റിസ്ഫൈ എന്നൊരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കണം, അതിന് ഫീസ് ആര് തരും, അച്ഛൻ തരും, അമ്മ തരും, അല്ലെങ്കിൽ ഫാമിലി തരും. ഓക്കെ. സോ അതേപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സാധനം മേടിക്കണം, അച്ഛൻ എന്തെങ്കിലും സാധനം മേടിക്കണം, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് വേണം, ഇത് ആരെ പ്രൊവൈഡ് ചെയ്യും, ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫാമിലിന്റെ ബേസിക് ക്യാരക്ടർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. ഒന്ന് യൂണിവേഴ്സാലിറ്റി അല്ലെ, ഫാമിലി ഇസ് ദർ ഇൻ എവറി സൊസൈറ്റി. രണ്ടാമത് എന്താണ്, ദർ വിൽ ബി എ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഫാമിലി ആവുന്ന സമയത്ത്. പിന്നെ എന്തുണ്ടാവും, മേറ്റിംഗ് റിലേഷൻഷിപ്പ് അല്ല, ദർ വിൽ ബി ഫോം ഓഫ് മാരേജ് ക്യാൻ ബി സീൻ ഇൻ ദ ഫാമിലി. ഈസി അല്ലേ. പിന്നെ എന്താണ്, ഒരു റെസിഡൻസ് ഉണ്ടാവും, ഒരു എക്കണോമിക്കൽ പ്രൊവിഷൻസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ദീസ് ആർ ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലിയാണ്. നമ്മളിപ്പോ പഠിച്ചെന്താണ്, എന്താണ് ഫാമിലിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. ഫാമിലിക്ക് ഇങ്ങനെയൊക്കെ സ്വഭാവങ്ങൾ ഉണ്ട് അല്ലെ. യൂണിവേഴ്സൽ ആണ് ഫാമിലി, ഫാമിലിക്ക് മേറ്റിംഗ് റിലേഷൻ ഉണ്ടാവും, ഫാമിലിക്ക് എക്കണോമിക്കൽ പ്രൊവിഷൻസ് ഉണ്ടാവും, ഫാമിലിക്ക് കോമൺ റെസിഡൻസ് ഉണ്ടാവാം, ഫാമിലിക്ക് എന്തുണ്ടാവും, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മാരേജ് നിങ്ങൾക്ക് ഉണ്ടാവും ഫാമിലിയിൽ. ഓക്കെ. സോ ദീസ് ആർ ദി ഫാമിലിയെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ബട്ട് ദർ ആർ സർട്ടൻ ഡെഫിനിഷൻ. എന്തിനാണ് ഈ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കുന്നത് വെച്ചാൽ കാണാതെ പഠിച്ചാൽ നല്ലതാ. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചിട്ട് ഇതിനകത്ത് ഇത്രയും ഞാൻ കുറെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാ ഡെഫിനിഷനും വേണ്ട. ഞാൻ എന്തിനാ എല്ലാ ഡെഫിനിഷൻ വെച്ചാൽ, ഇത് ചിലവർക്ക് ചില ഡെഫിനിഷൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, ചിലവർക്ക് ചില ഡെഫിനിഷൻ പഠിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാരണം എല്ലാ ഡെഫിനിഷനിലും നിങ്ങൾ ആലോചിച്ച് ഫാമിലി ആകുമ്പോൾ എന്താണ്, രണ്ട് പേരുണ്ടാവും മിനിമം. പഴയ ആളുകളാണെങ്കിൽ എന്ത് പറയും, അത് ആണും പെണ്ണുമാന്ന് പറയും. പുതിയ ആളുകളാണെങ്കിൽ ജസ്റ്റ് രണ്ടാളെന്ന് മാത്രം പറയും. അത് ആണാവാം പെണ്ണാവാം. എന്തായാലും അതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അതിനകത്ത് ഒരു മേറ്റിംഗ് റിലേഷൻഷിപ്പ് പറയുന്നത്, ചിലപ്പോൾ മാരേജിനെ പറ്റി പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും, മാരേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ചിലർ ഇമോഷണലും എക്കണോമിക്കലും എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുത്തിയ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ച സാധനം തന്നെ പലരും എന്ത് ചെയ്യും, അതൊരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2, 3 ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാണാതെ പഠിക്കാൻ വലിയ ഡിഫിക്കൽട്ട് ആയ സാധനങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സിന് തന്നെ ഡെഫിനേഷൻ പഠിക്കണമെന്നല്ല. എന്തിനാണ് ഡെഫിനേഷന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻസർ എഴുതുന്ന സമയത്ത് സപ്പോസ് എ ക്വസ്റ്റ്യൻ കംസ്, എക്സ്പ്ലെയിൻ ദി ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി എന്നായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫാമിലി. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ആസ്പർ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഡേവിസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, ആസ്പർ സോഷ്യോളജിസ്റ്റ് ഡേവിസ് ഫാമിലി ഈസ് ദിസ്. ഇൻട്രൊഡക്ഷൻ തന്നെ എന്തായി പെർഫെക്റ്റ് കറക്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡെഫിനേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം അതാണ്. സോ ആ ഡെഫിനേഷൻ പതുക്കെ നിങ്ങൾ ബൈ ദ ടൈം യു വിൽ സ്റ്റഡി. എന്താ പറയാൻ വന്നേ,
കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാക്ട് വേർഡ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ കോട്ടിൽ ഇടാതിരിക്കുക. കോട്ട് ഇടാതിരുന്ന് കഴിഞ്ഞാൽ എക്സാക്ട് വേർഡ് വേണമെന്നില്ല, കോട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ടും കൂടെ ചെറിയ മാറ്റമൊന്നും വലിയ പ്രശ്നമില്ല. കറക്റ്റ് അതിന്റെ മീനിങ് എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് കിട്ടിയാൽ മതി. ഇപ്പൊ ഒരു ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓരോ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞത് മാക് ഐവറിന്റെ ഡെഫിനേഷൻ ആണ്. സോ മാക് ഐവർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിഫൈൻ ദാറ്റ് ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ എ സെക്ഷൽ റിലേഷൻഷിപ്പ്. ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണ് ഡിഫൈൻഡ് ബൈ sexual relationship sufficiently precise and enduring to provide the procreation and upbringing of children. സിമ്പിൾ ആണ്. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പ് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പുതിയ കുട്ടികളെ ഉണ്ടാക്കാനും അവരെ അപ്ബ്രിങ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബേസിക്, അതെന്താണ് വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഫാമിലിന്റെ മൊത്തം ഫംഗ്ഷൻ അതിനകത്ത് പറയുന്നില്ല അല്ലെ, വളരെ ബേസിക് ആയ സാധനമാണ്. ബേസിക്കലി ഫാമിലി എന്തിനാണ്, സെക്ഷൽ റിലേഷൻഷിപ്പ് കൊടുക്കുക, കുട്ടികളെ പുതിയ ജനറേഷൻ ഉണ്ടാക്കുക, അവരെ സോഷ്യലൈസ് ചെയ്യുക, അപ്ബ്രിങ്ങിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ മാക് ഐവറിന്റെ ഡെഫിനേഷൻ ആണ് അത് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡെഫിനേഷൻ പഠിച്ചു വെക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിംഗ് സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെ, sufficiently precise, enduring to provide for procreation and upbringing of children. Another definition, family is a group of persons who relation to one another are based upon consanguinity. Consanguinity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേഷന്റെ സോഷ്യോളജിയിൽ പറയുന്ന ടേം ആണ് കോൺസാഗ്യുനിറ്റി റിലേഷൻഷിപ്പ്. കോൺസാഗ്യുനിയസ് ആൻഡ് അഫ്നിയൽ റിലേഷൻ എന്ന് പറയും. അഫ്നിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ സാധനം. അഫ്നിയൽ എന്ന് പറഞ്ഞാൽ മാരിറ്റൽ റിലേഷൻഷിപ്പ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അഫ്നിയൽ ആയിരിക്കും. കോൺസാഗ്യുനിയസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോൺസാഗ്യുനിയസ് എന്ന് വിളിക്കുക. കോൺസാഗ്യുനിയസ് റിലേഷൻഷിപ്പ് മീൻസ് ബ്ലഡ് റിലേഷൻസ് കേട്ടോ. സോഷ്യോളജിക്കൽ ഈ കീവേഡ്സ് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് സോഷ്യോളജിയിൽ എഴുതില്ല, റാദർ ദാൻ കോൺസാഗ്യുനിയസ്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ അതിനെ അച്ഛനും മകനുമുള്ള റിലേഷൻ ആണ് കോൺജുഗൽ റിലേഷൻ, കോൺസാഗ്യുനിയസ് റിലേഷൻ എന്നൊക്കെ വിളിക്കും. സോ ആ വേർഡ്സ് നമ്മൾ പഠിക്കും. അങ്ങനത്തെ ഇതാണ് എക്സാമിന് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല. ഇപ്പൊ നമ്മൾ ഇത്രയും പഠിക്കുന്നത് എന്താണല്ല, നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകളോ നിങ്ങൾക്ക് അറിയാത്ത സാധനങ്ങളോ ആണോ, നമ്മൾ അറിയാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. പക്ഷെ അതിന്റെ കീവേഡ് കൃത്യമായിട്ട് എഴുതണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ എഴുത പോരാ. ഇപ്പം ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും കൂടുന്ന ആന്ന് പറയുന്നതിന് പകരം ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോൺസാഗ്യുനൻസ് ആൻഡ് അഫിലിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സോഷ്യോളജിക്കൽ ടേമായി. ഇത് തന്നെയാ എന്തെന്നെയാ പറയുന്നത്, അച്ഛനും മക്കളും ചേർന്നതാണ് ഫാമിലി എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് നമ്മൾ സോഷ്യോളജിക്കൽ കീവേഡ് വെച്ച് ആൻസർ എഴുതുമ്പോഴാണ് സോഷ്യോളജിക്കൽ ആൻസർ ആയിട്ട് അത് മാറുന്നത്. സോ ആ ഓരോ സബ്ജക്റ്റിനും ഓരോ കീവേഡുകളുണ്ട്. ആ കീവേഡുകൾ വെച്ചിട്ട് വേണം എല്ലാ സബ്ജക്റ്റും എഴുതാൻ. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എഴുതുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് കീവേഡ്സ് ഉപയോഗിക്കണം. നമ്മൾ സാധാരണ പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചാൽ പോരാ. ഓക്കെ, സബ്ജക്ട് എക്സ്പെർട്സ് അല്ലേ, അപ്പൊ ആ രീതിയിൽ പറഞ്ഞു. മാരിറ്റൽ റിലേഷൻ, ബ്ലഡ് റിലേഷൻ അല്ല, കല്യാണം കൊണ്ട് വരുന്ന റിലേഷൻഷിനെയാണ് നമ്മൾ അഫ്നിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മാരിറ്റൽ റിലേഷൻഷിപ്പ്, അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്ത് വിളിക്കും, അഫ്നിയൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. ഓക്കെ, കോൺജുഗൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആൻഡ് സൺ, അല്ലെങ്കിൽ ഫാദർ ആൻഡ് ഡോട്ടർ, മദർ ആൻഡ് സൺ ഏതാണെങ്കിൽ വരാം. ഫാദർ ആൻഡ് സൺ ആണെങ്കിൽ കോൺജുഗൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, കിൻ എന്ന് പറയുന്ന എല്ലാ റിലേറ്റീവിനെയും കിൻ എന്ന് പറയും. കിൻഷിപ്പ്, അഫ്നില്, കോൺജുഗൽ ഇതൊക്കെ കിൻ റിലേഷൻഷിപ്പിന്റെ ഭാഗത്ത്. ഇതിനകത്ത് മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും കിന്നില്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ അച്ഛന്റെ ഇപ്പം അച്ഛൻ അമ്മേന്റെ അനിയത്തിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മാരിറ്റൽ റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷൻ ഇല്ല അല്ല, പക്ഷെ നിന്റെ അമ്മേന്റെ അനിയത്തിയുമായിട്ട് ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് റിലേഷൻ. അച്ഛന് ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ ആയിരിക്കില്ല, മാരിറ്റൽ റിലേഷൻ ആയിരിക്കും, പക്ഷെ നമുക്ക് എന്തായിരിക്കും, അത് ബ്ലഡ് റിലേഷൻ ആയിരിക്കും. അപ്പൊ കിൻ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എല്ലാ ബന്ധുക്കാരും കൂടുന്നതാണ് കിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള കിന്നും ഉണ്ടാവും, അമ്മേന്റെ ഭാഗത്തു നിന്നുള്ള കിന്നും ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് കണക്ട് ആവാൻ മാരിറ്റൽ റിലേഷൻഷിപ്പും ഉണ്ടാവും, അതേപോലെ തന്നെ എന്ത് റിലേഷൻഷിപ്പും ഉണ്ടാവും, കോൺജുഗൽ റിലേഷൻഷിപ്പും ഉണ്ടാവും, ബ്ലഡ് റിലേഷൻഷിപ്പും ഉണ്ടാവും. ഓക്കെ, പഴയ പോലെ അല്ലട്ടോ കുഞ്ഞാനൊന്നും, പ്രായം കുറവായതുകൊണ്ടേ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഡെഫിനേഷൻ, ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ്. കുറച്ചുകൂടി വലിയ ഡെഫിനേഷൻ ആണ്. ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കുറച്ചുകൂടി എല്ലാവരും കോമൺ റെസിഡൻസ്, economic cooperation, reproduction. It includes adults of both sex. കുറച്ച് പഴയ ഡെഫിനേഷൻ അല്ലേ, എന്താ പറയുന്നത്,
ആണും പെണ്ണും തന്നെ വേണം. ഹോമോസെക്ഷുവാലിറ്റിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അഡൽട്ട് ഓഫ് ബോത്ത് സെക്സ് at least two of whom maintain a socially approved sexual relationship, one or more children or own ആവാം അഡോപ്റ്റഡ് ആവാം ഓഫ് ദ സെക്ഷലി കോഹാബിറ്റിംഗ് ആയിരിക്കും. രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിക്ക് എന്തൊക്കെയുണ്ട്? കോമൺ റെസിഡൻസ് ഉണ്ടാവും, എക്കണോമിക്കൽ കോപ്പറേഷൻ ഉണ്ടാവും, റീപ്രൊഡക്ഷൻ ഉണ്ടാവും. ആര് തമ്മിലായിരിക്കും? രണ്ട് സെക്സുകൾ തമ്മിലായിരിക്കും. അതായത് 2 adults ഉണ്ടാവും, പക്ഷെ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരിക്കും. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. ഇവര് സെക്സ് ചെയ്യുന്നതിന് ആർക്കും പ്രശ്നമില്ല, കാരണം ഇവരാണ് സോഷ്യലി അപ്രൂവ്ഡ് ആണ്. ഇവർ തമ്മിൽ സെക്സ് ചെയ്യുന്നത് സൊസൈറ്റി അപ്രൂവ് ചെയ്തതാണ്. ആൻഡ് 1 or more ചിൽഡ്രൻ ഉണ്ടാവാം, അവർ അഡോപ്റ്റഡ് ആവാം, ഓൺ ആവാം. ആൻഡ് സെക്ഷലി കോഹാബിറ്റിംഗ്, ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഹാബിറ്റിംഗ് ചെയ്യുന്നു. ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്? നമ്മൾ നേരത്തെ യൂണിവേഴ്സാലിറ്റി പറഞ്ഞില്ലേ, ആ JP മോഡ്രോക്കിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ കണ്ടില്ല, ഇപ്പൊ JP മോഡ്രോക്ക് നമ്മൾ മറക്കില്ല, വീണ്ടും വീണ്ടും JP മോഡ്രോക്ക് വരുന്നതുകൊണ്ട് നമ്മൾ മറക്കാൻ പോകുന്നില്ല. സോ JP മോഡ്രോക്ക് തന്നെ പറഞ്ഞ ഡെഫിനിഷൻ ആണ് ഈ ഡെഫിനിഷൻ. കുറച്ചുകൂടി എന്താണ്, വൈഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ബട്ട് ഈ ഡെഫിനിഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കുറച്ചുകൂടി ട്രഡീഷണൽ ഫോം ഓഫ് ഡെഫിനിഷൻ ആണ്. കാരണം ഫാമിലിന്റെ ഇന്നത്തെ ഫോമിനനുസരിച്ചുള്ള ഡെഫിനിഷൻ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫാമിലീസിന്റെ ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ JP മുഡ്രോക്കിന്റെ ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. ഫാമിലി ഇങ്ങനെയായിരുന്നു, പക്ഷെ പിന്നീട് ഫാമിലി ഇങ്ങനെയല്ല. കണ്ടു, ഫാമിലിന്റെ ഡെഫിനിഷൻ പണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഫാമിലി എന്തിലേക്ക് വന്നു? മോഡേണിലേക്ക് വന്നു എന്ന് കാണിക്കാനും JP മുഡ്രോക്കിന്റെ ഡെഫിനിഷൻ നിങ്ങളെ സഹായിക്കും. കാരണം ദിസ് ഈസ് മോർ ഓഫ് എ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ആണ്. ആണും പെണ്ണും മാത്രമേ പറയുന്നു. സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ആര് തമ്മിലേ ഉള്ളൂ? ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമേ അന്ന് അക്സെപ്റ്റബിൾ ആവുന്നുള്ളൂ. ഹോമോസെക്ഷുവാലിറ്റി അടുത്തല്ലേ വരുന്നത്. സോ അന്നത്തെ കാലത്ത് എന്താ, ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമേ ഒരു ഇതൊക്കെ എന്താണ്, ലോ ഓഫ് നേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹോമോസെക്ഷുവാലിറ്റിയെ കണ്ടിരുന്നത്. സോ നൗ ബിക്കം മോർ ഓഫ് എ യൂണിവേഴ്സൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആന്റണി ഗിഡൻസ് കുറച്ചുകൂടി മോഡേൺ എന്താണ്, ഗിഡൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോഡേൺ ഫാമിലിന്റെ ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്നേ പറയുന്നുള്ളൂ, ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നില്ല. ഡയറക്ട്ലി ലിങ്ക്ഡ് ബൈ കിൻ റിലേഷൻഷിപ്പ്, അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് വിച്ച് അസ്യൂം റെസ്പോൺസിബിലിറ്റി ഓഫ് കെയറിംഗ് ചിൽഡ്രനെ കെയർ ചെയ്യുന്നെടുക്കുന്നു. ഇറ്റ് ഈസ് എ ബ്രോഡ് ഡെഫിനിഷൻ ബിക്കോസ് എന്താണ്, ഇതിനകത്ത് സെയിം സെക്സ് മാരേജിനെ പറ്റി പറയുന്നു. ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കുട്ടികളെ, പുതിയ ജനറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കെയറിംഗ് ചിൽഡ്രന് കെയറിംഗ് കൊടുക്കാൻ വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. എങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, അതിനകത്ത് ആരൊക്കെയാണോ കുട്ടികളെ നോക്കുന്നത് എന്നുള്ളത് എവിടെ പറയുന്നില്ല? ഈ ഡെഫിനിഷനിൽ പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ആരൊക്കെ ആവാം? ആണും പെണ്ണും മാത്രമല്ല, മെയിലും മെയിലും ആവാം, ഫീമെയിലും ഫീമെയിലും ആവാം, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആവാം, ട്രാൻസ് മെൻ ആവാം, നമുക്ക് ഏത് വേണമെങ്കിലും ആവാം. സോ ട്രഡീഷണൽ ഫോം ഓഫ് ഡെഫിനിഷനിൽ എല്ലാം എന്താ പറഞ്ഞത്? സെക്ഷൽ റിലേഷൻഷിപ്പ്, മേറ്റിംഗ് റിലേഷൻഷിപ്പ് വേണം. ആര് തമ്മിൽ വേണം? മെയിലും ഫീമെയിലും വേണം എന്ന് തന്നെ പറയുന്നുണ്ട്, മേറ്റിംഗ് റിലേഷൻഷിപ്പ്. പക്ഷെ മോഡേൺ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മേറ്റിംഗ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നേ ഇല്ല. ചിലപ്പോൾ മേറ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. ഫാമിലി ക്യാൻ ബി എനിത്തിങ് വേർ two people are taking the responsibility of caring children ആണ്, which can be anyone, ആര് വേണമെങ്കിലും ആവാം. അപ്പൊ ഇവിടെ ട്രഡീഷണൽ ഫോമിനെക്കാട്ടും കമ്മിറ്റ്മെന്റിനാണ് ഇമ്പോർട്ടന്റ് അല്ലേ? എന്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ്? ഈ കുട്ടികളെ ഞാൻ നിങ്ങൾ നോക്കിക്കോളാം എന്നുള്ള കമ്മിറ്റ്മെന്റിനാണ് ഇമ്പോർട്ടന്റ്. ഇഫ് ഐ ആം കമ്മിറ്റഡ് ടു കെയറിംഗ് ചിൽഡ്രൻ, ഞാൻ വിചാരിക്കും ഞാനും വേറൊരു ചെക്കനും കൂടി ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഗിഡൻസിന്റെ. അല്ലെ രണ്ട് സ്ത്രീകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ചെയ്യണം. അല്ലെ രണ്ട് ട്രാൻസ് വുമൺ തമ്മിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മെയിലും ട്രാൻസ് വുമണും തമ്മിൽ ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഗിഡൻസിന്റെ ഡെഫിനേഷനിൽ അക്സെപ്റ്റബിൾ ആണ്. കാരണം അവിടെ എന്ത് പറയുന്നില്ല? സെക്ഷലി റീപ്രൊഡക്ഷൻ വേണം തന്നെ ഒന്നും പറയുന്നില്ല, വേണമെന്നില്ല. ഇപ്പം സെക്ഷൽ മേറ്റിംഗ് പോലും വേണമെന്ന് പറയുന്നില്ല. എന്ത് ചെയ്താൽ മതി? എനിക്ക് കമ്മിറ്റ്മെന്റ് മതി. ഹിയർ നോട്ട് ബേസിക് ഓൺ, ഈ കമ്മിറ്റ്മെന്റിലാണ് ഇമ്പോർട്ടന്റ്, എന്തിലല്ല? ആ എക്സാക്ട് ഫോം ഓഫ് സാധനം വേണമെന്നില്ല. ഞാൻ കമ്മിറ്റഡ് ആണോ? ഓക്കെ, ഞാൻ ഇയാളുമായിട്ട് റിലേഷൻ ഉണ്ടാവും, കമ്മിറ്റഡ് ആണ്, ഇയാളുമായിട്ടാണ് ഞാൻ എന്റെ ഫാമിലി ഉണ്ടാവുന്നുള്ള ആ കമ്മിറ്റ്മെന്റിനാണ് ഗിഡൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റാദർ ദാൻ ട്രഡീഷണൽ ഫോം ഓഫ് ഫാമിലി സെറ്റപ്പിനല്ല. അപ്പൊ ഇതെന്താണ്? കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള, കുറച്ചുകൂടി എന്താണ്, കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. സോ ഇതിനാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന രണ്ട് ഡെഫിനേഷൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ആൻസറിലേക്ക് എഴുതാൻ വേണ്ടിട്ട് കേട്ടോ. സോ സിമ്പിൾ അല്ലേ? ഇതൊരു നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ, സംശയം ഉണ്ടോ? എന്റെ പറയണം. ഓൺലൈൻ ഓക്കെ ആണോ? രേഷ്മ, സുരക്ഷിത്, ആതിര, മനസ്സിലായോ? മനസ്സിലായി.
ഇനി നമുക്ക് ഫാമിലിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമ്മൾ ഫാമിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു, ഫാമിലി എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, കുറച്ച് ഫംഗ്ഷൻസ് ഫാമിലി എന്തൊക്കെ നമ്മൾ ഓൾറെഡി കുറെ ഡിസ്കസ് ചെയ്തു. തുടക്കത്തിൽ തന്നെ നമ്മൾ ഫാമിലിന്റെ ഫംഗ്ഷൻസ് നമ്മൾ തന്നെ കുറെ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ഇനി ഫാമിലിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക്കലി ഫാമിലിന്റെ ഫംഗ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഉണ്ട്. ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻസ് നോക്കുക. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സ് ഫംഗ്ഷനിസ്റ്റ് തിയറി, ഫംഗ്ഷനിസ്റ്റ് എന്ന് പറയും. രണ്ട് മാർക്സിസ്റ്റ്. മാർക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്തായിരിക്കും മാർക്സിസ്റ്റ്? നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആ സാധനമില്ല, ആ സംഭവം തന്നെ. അപ്പൊ മാർക്സിസ്റ്റ് തിയറിന്റെ ബന്ധപ്പെട്ടതായിരിക്കും ഈ പെർസ്പെക്റ്റീവ്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് അറിയാലോ, എന്തായിരിക്കും? ഈ വുമൺ എന്തായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും. പോസ്റ്റ് മോഡേൺ സ്കോളേഴ്സ് ഫാമിലിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അങ്ങനെ 4 പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാര്യങ്ങൾ മൊത്തത്തിൽ സോഷ്യോളജിയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പെർസ്പെക്റ്റീവ്സ് കാണും. ഇനി എന്താണ് ഈ ഫംഗ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലിയാണ്. ഈ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഒരുമാതിരി മറ്റേ ഇയാളെ പോലെയാണ്. ആര്? മറ്റേ ഇയാളുണ്ട്, ജോസ് അന്നംകുട്ടി ജോർജ്, കേട്ടിട്ടുണ്ടോ? ജോസഫ് അന്നംകുട്ടി ജോർജ്. എന്താണ്? 24 മണിക്കൂറും പോസിറ്റിവിറ്റി, ഒരു ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. 24 മണിക്കൂറും തള്ള, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ലത്. എന്തൊരു കൊള്ള. ഇപ്പൊ ഒരാള് ഒരു ആക്സിഡന്റ് നടന്നു, എന്ത് നല്ല ആക്സിഡന്റ് ആയിരുന്നു. ആ ആക്സിഡന്റ് ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്ത് കണ്ടാൽ സൊസൈറ്റിയിൽ എന്ത് നടന്നാലും ഇവർക്ക് എന്താണ് നല്ലത് മാത്രമേ ഉള്ളൂ. ഫങ്ഷൻസ്, അതായത് ഫോർ ഫങ്ഷനിസ്റ്റ് എവറി ആസ്പെക്ട് ഇൻ സൊസൈറ്റി ഹാസ് എ ഫങ്ഷൻ. ഇവർക്ക് എല്ലാവർക്കും നല്ലത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ഇയാൾ ഫങ്ഷനിസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ആക്സിഡന്റ് കാരണം ആംബുലൻസ് ഡ്രൈവറിന് ജോലി കിട്ടി. ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആംബുലൻസുകാരന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഒരു കുടുംബം നോക്കാൻ പറ്റുമോ? ഇല്ല. പോലീസുകാരന് ജോലി കിട്ടി, പോസിറ്റീവ് അല്ലേ? ഒരു ആക്സിഡന്റ് നടന്നല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ആക്സിഡന്റ് ഡോക്ടറിന് ജോലി കിട്ടി, കമ്പൗണ്ടറിന് ജോലി കിട്ടി. സോ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനോട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പട്ടിണി പാവങ്ങളെ കാണുന്നു, ഫംഗ്ഷനിസ്റ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ പട്ടിണി പാവങ്ങൾ, ഇയാൾ പറയും എന്ത് നല്ല കാര്യങ്ങളാണ്, കുറെ പട്ടിണികൾ. കാരണം സൊസൈറ്റിക്ക് നല്ലതാണ് പട്ടിണിയുള്ള ആളുകൾ. സൊസൈറ്റിക്ക് എന്താണ് പട്ടിണിയുള്ള ആളുകൾ എന്ത് കൊടുക്കും? കാരണം പട്ടിണി, പോവർട്ടി ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം? പോസിറ്റീവ് എന്താ? പോവർട്ടിന്റെ പോസിറ്റിവിറ്റി എന്തൊക്കെയാ? ചീപ്പ് ലേബർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരെയും പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അടിച്ചു വരണം എന്ന് വിചാരിക്കുക, അല്ല നിങ്ങളെ വീട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾ വേണം. എല്ലാരും മില്ലിനേഴ്സാ, അടിച്ചു വരാൻ വിളിച്ചവന്മാര് വരുമോ? അപ്പൊ ആരടിച്ചു വരേണ്ടി വരും? നമ്മൾ തന്നെ അടിച്ചു വരേണ്ടി വരും. അപ്പൊ പട്ടിണിയുള്ള സൊസൈറ്റിയിൽ പട്ടിണി ഉണ്ടെന്നുണ്ടെങ്കിൽ മീനിയൽ ജോബ്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചെറിയ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിൾ ആയി കിട്ടും. പോവർട്ടി അതുകൊണ്ട് നല്ലതല്ല. അപ്പം പോവർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇത് കിട്ടുമോ? പോവർട്ടി നല്ലതല്ലേ? ഇതാണ് ഫംഗ്ഷനിസ്റ്റ്. ജോസാനും കൂടി ഫുൾ പോസിറ്റിവിറ്റി, ഫുള്ള് നല്ലതാ. നമുക്ക് തോന്നുന്നു ഇവരെന്തെങ്കിലും പറയുന്നത്, പക്ഷെ കാര്യമുള്ളതല്ലേ. ഇനി റിച്ച് ആയ ആളുകളൊക്കെ സംബന്ധിച്ചോളം, ഈ റിച്ച് ആയ ആളുകൾക്ക് ഒരു തവണ പൈസ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം വെറുതെ പൈസ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇവരെന്ത് ചെയ്യും? ആളുകളെ, പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങും. അപ്പം ഈ പാവങ്ങളെ സഹായിക്കണമെങ്കിൽ ആര് വേണം? പാവങ്ങൾ വേണം. അപ്പൊ എന്ത് ചെയ്യും? ഈ റിച്ച് ആയ ആളുകൾക്ക് കുറച്ച് സെൽഫ് എസ്റ്റീം കൂടും. ഞാനൊരു ഫിലാന്ത്രഫിസ്റ്റ് ആണ്, ഞാൻ ആളുകളെ സഹായിക്കുന്നത്. അപ്പൊ സോഷ്യലി ഭയങ്കര സ്റ്റാറ്റസ്. കാരണം എന്റെ 100 കോടി രൂപയുണ്ട്, പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന എല്ലാം ഞാൻ നേടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? മറ്റേ ഇതില് സിനിമയെ പറയുന്ന പോലെ ഇനി എനിക്ക് കുറച്ച് പേരും പ്രശസ്തിയുണ്ട്. ഈ പേരും പ്രശസ്തിക്ക് ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് പൈസയൊക്കെ ചെലവാക്കിയിട്ട് കുറച്ച് പരിപാടികൾ നടത്തണം. അപ്പൊ എനിക്കൊരു സെൽഫ്, ആസ് എ ഹ്യൂമൻ ബീങ് എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഈ സൊസൈറ്റിയിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ ആര് വേണം? പാവങ്ങളെ വേണം. മിലിറ്ററിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലോവർ ക്ലാസ് പീപ്പിൾ ആണ്. ഹൈ ക്ലാസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോടീശ്വരന്റെ മകൻ ആർമിയിൽ ജോയിൻ ചെയ്തതായിട്ട്? നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോടീശ്വരന്മാരെ മക്കൾ ആർമി ജോയിൻ ചെയ്യില്ല. എന്തിനാണ് ആർമി ജോയിൻ ചെയ്യുന്ന? കോടീശ്വര കമ്പൽസറി മിലിറ്ററി സർവീസ് ഉണ്ട്. ഇപ്പൊ സൗത്ത് കൊറിയ ഇങ്ങനെ സ്ഥലങ്ങൾ ദാറ്റ് ഈസ് ബൈ ലോ യു ആർ എൻഫോഴ്സ്ഡ് ടു ഗോ. ഇഫ് യു ആർ എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി യു ഹാവ് ടു ഗോ ഫോർ മിലിറ്ററി, കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് ഓഫ് 4 years അങ്ങനെ പോകേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ചെറിയ പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കമ്പൽസറി ട്രെയിനിങ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെ കമ്പൽസറി ട്രെയിനിങ് ആവശ്യമില്ല, കാരണം ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കോടീശ്വരന്റെ മകൻ മിലിറ്ററി ട്രെയിനിങ്ങിന് പോവോ? കാരണം ജീവൻ നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. അപ്പൊ കോടീശ്വരന്മാർ ഇതിനൊന്നും പോലും, അത് മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സിലെ ആളുകളായിരിക്കും ഇങ്ങനത്തെയുള്ള ഗവൺമെന്റ് ജോലികൾക്കൊക്കെ കൂടുതൽ വേണ്ടി ട്രൈ ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി പാവങ്ങൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. റിച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗ്ഷൻ കിട്ടുന്നു. അപ്പൊ ഈ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡായിട്ട് ഇവരെ കുറെ സ്ഥലത്ത് പഠിക്കും. എല്ലായിടത്തും ഫംഗ്ഷനിസ്റ്റ്, എന്തെടുത്താലും മാരേജിന് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, എക്കണോമിക്, എല്ലാത്തിനും ഫംഗ്ഷനിസ്റ്റ് പറയുന്ന ആളുണ്ട്. അപ്പൊ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, they are trying to see the positive function of each and every element in the society. എല്ലാത്തിന്റെ എന്താ അവർ കാണുള്ളൂ?
പോസിറ്റീവ് ആസ്പെക്ട് മാത്രമേ കാണുള്ളൂ, നെഗറ്റീവ് അവർ കാണില്ല. ഇന്നത് മോശമെന്ന് അവർ പറയില്ല. അവരെന്ത് പറയും? പോസിറ്റീവ്, എല്ലാം അടിപൊളിയാ, മാരേജ് സൂപ്പർ. മാരേജ് ഉള്ളത് കൊണ്ട് എന്താണ് കുറെ ഗുണങ്ങളുണ്ട്. ഇവരെന്ത് കാണില്ല? മാരേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞുള്ള ഈ അടിപിടി, തമ്മിലടി, കുട്ടികളുടെ ടോർച്ചർ, അടിപിടി, ഇതൊന്നും ഇവര് കാണുന്നില്ല. ഇവര് നോക്കുമ്പോൾ എല്ലാം നല്ലതാണ്. മാരേജ് ചെയ്യുന്നു, രണ്ടുപേർ, ഓഹോ നല്ല സെക്ഷൽ റിലേഷൻഷിപ്പ്, അത് കഴിഞ്ഞ് നല്ല സ്നേഹം തമ്മിൽ നല്ല കുട്ടികളെല്ലാം സന്തോഷം, എല്ലാവർക്കും എല്ലാം സന്തോഷം. സോ അങ്ങനത്തെ ആളുകളാണ് ബേസിക്കലി ആര്? ഫങ്ഷണലിസ്റ്റ്. പക്ഷെ മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ഉണ്ട്. ഇവന്മാര് പരിപാടി, ഇവരെന്താ മാർക്സിസ്റ്റ് ആവുമ്പോൾ പരിപാടി എന്തായിരിക്കും? ദേ ആർ ബേസിക്കലി നോൺ ആസ്, ഈ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ഒക്കെ ബേസിക്കലി നോൺ ആസ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് എന്ന് അവരെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കും. കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യും. Conflict perspective. Why they are considered as a conflict perspective? Because they have problem in the present social structure. ഫങ്ഷണലിസ്റ്റിന് പ്രോബ്ലം ഉണ്ടോ? ഇപ്പോൾ അവർക്ക് ചേഞ്ച് വേണോ? ഫങ്ഷണലിസ്റ്റുകാർക്ക് ചേഞ്ച് വേണ്ട. കാരണം എന്താ? ഇപ്പോൾ എല്ലാം നല്ലതാ, എല്ലാം അടിപൊളി. അപ്പൊ പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്ത് നന്നാലും നല്ലതാ. ഞാൻ പറഞ്ഞ പോലെ ഒരുത്തൻ അങ്ങോട്ട് പോകും, തലയിൽ തേങ്ങ വീണ കഴിഞ്ഞാൽ പോലും അത് നല്ലതാ. ഓ, ആ തേങ്ങ എങ്ങാനും മണ്ണിൽ വീണും മണ്ണിന് ചത്തുപോയാലോ? അതാ ഫങ്ഷണലിസ്റ്റ് പറയാം. ഫുൾ പോസിറ്റീവാ. ഇതിന്റെ തലയുള്ളത് കൊണ്ട് അവനെ ചത്തു പോയുള്ളൂ. അപ്പൊ അങ്ങനെ എന്താണ് ഫങ്ഷണലിസ്റ്റ്? അപ്പൊ മാർക്സിസ്റ്റ് ആണ് എന്തായാലും കോൺഫ്ലിക്റ്റ് ആണ് അവര്. അവർക്കെല്ലാം പ്രശ്നം. ഇപ്പൊ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് അറിയാം. ഇവർക്ക് എന്താണ്? ഇവിടെ എന്ത് വേണം? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് രക്തം ചീന്തണം. കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നെങ്കിൽ കുഴിബോംബ് വേണം, അല്ലെങ്കിൽ വെട്ടുകത്തി വേണം. ഈ അക്രമം ഇല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ പൊതുവെ നടക്കില്ല. സോ ദേ ആർ ഓൾവേസ് ഇൻ എ കോൺഫ്ലിക്റ്റ്. ഓക്കെ, അവർക്ക് ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ള എല്ലാ സിസ്റ്റത്തിലും അവർക്ക് എന്തുണ്ട്? പ്രശ്നങ്ങളാണ്. ഈ സിസ്റ്റം മാറണം. എങ്ങനെ മാറണം? ത്രൂ റെവല്യൂഷൻ. മാർക്സിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? റെവല്യൂഷൻ വരണം, അല്ലേ? റെവല്യൂഷന്റെ മലയാളം എന്താണ്? പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. വിപ്ലവം വേണം. വിപ്ലവം ജയിക്കട്ടെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സോ വിപ്ലവം അല്ലാതെ ഇവന്മാർക്ക് ഒരു സൊല്യൂഷനേ ഇല്ല. എന്ത് വന്നാലും വിപ്ലവമാണ്. സോ ദാറ്റ് ഈസ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഉള്ള സിസ്റ്റം ഒക്കെ ആർക്ക് നല്ലതാന്ന് പറയും അവര്? പൈസക്കാരന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അല്ലേ ഇവർ ആർക്കെതിരാണ്? ബൂർഷകൾക്കെതിരാണ്. മാർക്സിസ്റ്റ് ആരുടെ കൂടെയാണ്? ലേബർ ക്ലാസിന്റെ കൂടെയാണ്, ബൂർഷകൾക്കെതിരാണ്. ബൂർഷകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. അപ്പൊ ബൂർഷകൾ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരെപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? ബൂർഷ ഭയങ്കര പ്രോബ്ലം ആണ്, നെഗറ്റീവാ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ഓളികളാണ്. ഇവരെന്ത് പറഞ്ഞാലും നെഗറ്റീവാ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ പറയും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാം, മാരേജ് അല്ലെങ്കിൽ ഫാമിലി. ഇവരെ സംബന്ധിച്ചോളം ഫാമിലി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ബൂർഷകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പാവങ്ങൾക്ക് ഇത് നല്ലതല്ല. അതിനൊരു കാരണം പുള്ളി പറയുന്നുണ്ട്. വിൽ സ്റ്റഡി അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് ഫാമിലി ബൂർഷകൾക്ക് നല്ലതാവുന്നത്, സാധാരണക്കാരൻ അതൊരു പ്രശ്നമാവുന്നത്. ഇതാണ് കോൺഫ്ലിക്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. അവരിപ്പോ നമ്മള് ഗവൺമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയും മോഡി ഗവൺമെന്റ്. ആരെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റാ? ബൂർഷകളെ സപ്പോർട്ട്. ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്? ബൂർഷകളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്, പാവങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളതല്ല എന്നാണ് ആര് പറയുന്നത്? മാർക്സിസ്റ്റ്. അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അവര് തന്നെയാണ് ബൂർഷകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഫെമിനിസ്റ്റ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് വേറൊരു പെർസ്പെക്റ്റീവ് ആണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇവർക്കും എന്താ പ്രശ്നം? ഇവിടെയുള്ള ഇപ്പൊ ഉള്ള സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യണം? മാറ്റണം. ഈ സിസ്റ്റം ഒന്നും എന്തല്ല, നല്ലതല്ല. പക്ഷെ ഇവരുടെ സിസ്റ്റം ബൂർഷകളും ലേബർ ക്ലാസ് അല്ല. ഇവർ ആരാ പ്രശ്നം? മെയിൽ ആൻഡ് ഫീമെയിൽ, ജെൻഡറിലാണ് പ്രശ്നം. ഇവർക്ക് ജെൻഡർ ഇക്വാലിറ്റി ഇല്ല. ഇവര് പറയുന്നത് ഫാമിലി ആർക്ക് നല്ലതല്ല, ആണിന് നല്ലതാണ്, പെണ്ണിന് നല്ലതല്ല. ശരിയല്ലേ? ആണിന് ഭയങ്കര സുഖമാണ്, രാവിലെ എണീറ്റ് കുളിച്ചിരുന്ന് ചായ എന്ന് പറഞ്ഞാൽ ചായ കിട്ടും. പെണ്ണെന്ത് ചെയ്യണം? പോയി ചായ ഉണ്ടാക്കണം. ജോലിക്ക് പോകാൻ പറ്റുമോ? ജോലിക്ക് പോകാൻ വേണ്ടി ഈ ചെങ്ങായി ചോദിച്ചാൽ ഈ ചെങ്ങായിന്റെ മോഹം കാണാം. പുറത്തു പോകണമെങ്കിൽ ഈ ചെങ്ങായിനോട് ചോദിക്കണം. എന്ത് വെച്ച് കഴിഞ്ഞാൽ പേര് പോലും വിളിക്കാൻ പറ്റില്ല. എന്താ നമ്മൾ നിങ്ങളെ വീട്ടുകാരിലൊക്കെ നിങ്ങളെ അച്ഛൻ എന്താ വിളിക്കുക? അമ്മമാര് പേര് വിളിക്കോ? ചേട്ടാ. നിന്റെ അച്ഛൻ അമ്മേന്റെ ചേട്ടനാണോ അച്ഛൻ? അല്ല, എന്താ വിളിക്കുന്നതാ? ചേട്ടാ അല്ലേ? അമ്മ എന്താ വിളിക്കുക? അമ്മ അച്ഛൻ എന്താ വിളിക്കുക? പേര് വിളിക്കും. മോഡേൺ ഫാമിലിയാണ് ഇവിടെ. പേര് വിളിക്കും, സ്വന്തം പേര് വിളിക്കും. ഓക്കെ, ആരൊന്നും ശീലായല്ലോ അല്ലെ ഇപ്പൊ അങ്ങനെ. എന്താ അവിടെ വൈകുന്നേരം അച്ഛൻ രണ്ടെണ്ണം അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ഇറങ്ങി പോടാ ഇവിടെ തോന്നുന്നതൊക്കെ വിളിക്കും. ഇപ്പൊ എന്തേ നമ്മളെ പൊതുവെ നമ്മളെ വീടുകളിലൊക്കെ കാണുന്നതാണ്. തോന്നുന്നു വിളിക്കും. പക്ഷെ നമ്മളെന്ത് വിളിക്കും? ഏട്ടാ. അല്ല, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഭയങ്കര തോന്നുന്നു വിളിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്നേഹം കൊണ്ട് മുത്തേ, ചക്കരെ, വാവേ, അല്ലെ? അങ്ങനെയല്ലേ? നിന്റെ വീട്ടിലെന്താ അച്ഛനെ വിളിക്കാൻ? തെറിയല്ലാതെ പേര് വിളിക്കാറില്ലല്ലോ. എന്റെ വീട്ടിലും പേര് വിളിക്കാറുണ്ട്. അച്ഛനൊരു മുഹമ്മദ്. അച്ഛൻ എടാ മുഹമ്മദ്
എന്ന് വിളിക്കുന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരെന്തായിരിക്കും വിളിക്കുക, ഒന്നെങ്കിൽ നമ്മള് എന്ത് ചെയ്യും, ഏട്ടാ, അല്ലെ? അതിപ്പോഴും മോഡേൺ സൊസൈറ്റിയിലും ഇപ്പോഴും ഉണ്ട്, ഏട്ടാ എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതെ, എല്ലാം അതെയാ, അതെ, ഏതേ, അതെ അതെ എന്ന് വിളിച്ചോണ്ട് എന്ത് പറയാനില്ല, അതെ അതെ, അല്ലെങ്കിൽ നിങ്ങള് വരുമോ, പിന്നെ കുട്ടികളെ അച്ഛനുണ്ട്. കുട്ടികളെ അച്ഛനാണ് ക്ലാസിക്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികളെ അച്ഛനോട് ചോദിച്ചിട്ട് വരാം. പറച്ചിലേറ്റ് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ തള്ളയല്ലാന്നാണ് വിചാരം. ഇതിനെന്തോ ഞാൻ കുട്ടികളെ തള്ള, ഇത് കുട്ടികളെ അച്ഛൻ എന്ന്. അല്ല അവിടെ പോണ്ടേ, എന്റെ ലക്ഷ്മിയെ കുട്ടികളെ അച്ഛനോട് ചോദിക്കട്ടെ, കുട്ടികളെ അച്ഛാ. ഇതെന്തോ റീഎൻഫോഴ്സ്മെന്റ് പോലെ, സംശയമൊന്നും വേണ്ട, ഇത് നിങ്ങളെ മക്കൾ തന്നെയാണെന്നുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് അമ്മ കൊടുക്കുന്നതാണോ എനിക്ക് ചില സമയത്ത് ഡൗട്ട് വരാറുണ്ട്. ഓക്കെ, സോഷ്യോളജിയിൽ നമ്മൾ എല്ലാവരെയും ക്രിറ്റിസൈസ് ചെയ്യും കേട്ടോ. നിങ്ങൾ മാനസികമായി വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ റിലീജിയൻ തീർച്ചയായിട്ടും ക്രിറ്റിസൈസ് ചെയ്യപ്പെടും. അതിന് ചൊറി കൊണ്ടിട്ടോ വെറി പോട്ടിട്ടോ കാര്യമില്ല. നിങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ഇവിടെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യുന്നില്ല. ചിലപ്പോ ഞാൻ എന്റെ ഐഡിയോളജി അതായിരിക്കണം എന്നില്ല, ഞാൻ മീൻസ് ഈവൻ എന്റെ ഐഡിയോളജി ഞാൻ ചോദ്യം ചെയ്യും, എന്റെ ഐഡിയോളജി അതായിരിക്കണം എന്നില്ല. ഇപ്പൊ നിങ്ങൾ റിലീജിയൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ ഭയങ്കര വിശ്വാസമായിരിക്കും, എല്ലാവർക്കും പണി കിട്ടും, കർത്താവിനും അള്ളാഹ്ക്കും കൃഷ്ണനും എല്ലാവർക്കും പണി കൊടുക്കും. അപ്പം എന്റെ കൃഷ്ണനെ പറ്റിയാണല്ലോ സാറ് പറഞ്ഞ കൊള്ളം പോന്നി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ദിസ് ഈസ് ഹൗ ദ സബ്ജക്ട് ഈസ്, അല്ലെ? നമ്മൾ എല്ലാവരും ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു സബ്ജക്ട് ആണ്. ഫാമിലി പറയുമ്പോൾ നമ്മൾ ഫാമിലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാമിലിനെ ക്രിറ്റിസൈസ്, അച്ഛനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന നമ്മൾ ജെൻഡർ പറയുമ്പോൾ അച്ഛനെ ക്രിറ്റിസൈസ് ചെയ്ത് മതിയാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ക്രിറ്റിസിസം നോട്ടിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ പറയുന്നല്ലേ, അതെ കുട്ടികളുടെ അച്ഛ എന്ന് എക്സാമ്പിൾ അങ്ങനെ എഴുതാനില്ല. ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡിങ്, ഐ എം സിംപ്ലിഫൈങ് തിങ്സ് സോ ദാറ്റ് യു വോണ്ട് ഫോർഗെറ്റ് തിങ്സ്. ഓക്കെ, അപ്പം ഇവിടെ സംബന്ധിച്ചോളം ജെൻഡർ ഇക്വാലിറ്റി ആണ് പ്രശ്നം. എല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉള്ള സിസ്റ്റം മാറ്റണം. പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 70s വന്നിട്ടുള്ള സ്കോളേഴ്സ് ആണ്. ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവരെന്ത് ചെയ്യുന്നു, അവർ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. കുറച്ചുകൂടി മാന്യന്മാരാ, നടുക്ക്. അവർക്ക് ഇന്ന സിസ്റ്റത്തിൽ നല്ലതും ഉണ്ട്, ചില സാധനങ്ങൾ മോശമുണ്ട്, മോശമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. മാന്യന്മാരാ, ഒരു നല്ല ചേട്ടനൊരു മാന്യൻ എന്ന് പറയില്ല, ആ ടീംസ് ആണ് ആരും പോസ്റ്റ് മോഡേണിസ്റ്റ് സ്കോളേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ 3 പെർസ്പെക്റ്റീവിലും നമ്മൾ എന്ത് ചെയ്യും, സോഷ്യോളജിന്റെ അനാലിസിസ് നമ്മൾ നടത്തും. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോ തിയറി, ഓരോ ഫംഗ്ഷൻ, സോഷ്യോളജി സോഷ്യൽ ഫംഗ്ഷൻസ്, ഓരോ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് സോഷ്യോളജിസ്റ്റ് വരുന്നത്, അതേപോലെ തന്നെ എന്ത് വരും, ഇതേപോലെ ഓരോ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, പോസ്റ്റ് മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്താണ് ഓരോ തിങ്കേഴ്സ് സോഷ്യോ ഫാമിലിന്റെ ഫംഗ്ഷനെ പറ്റി പറയുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിൽ ടേക്ക് ദാറ്റ് പർട്ടിക്കുലർ ചാപ്റ്റർ ഇൻ നെക്സ്റ്റ് ക്ലാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് ഡൗൺ എ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയെന്നാണ്. ഡിഫൈൻ ഫാമിലി. ക്ലാസ് കഴിഞ്ഞു. ഒരു ദിവസം 1.25 മണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ. 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ. ഇനി ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ വേണം. അതിന്റെ ഇടയിൽ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങാതെ. ഇപ്പൊ തുടങ്ങാൻ ഒരു 1/2 മണിക്കൂർ, 15 മിനിറ്റ് കൂടി വേണമെങ്കിൽ, അല്ലെങ്കിൽ 3 മണിക്കൂർ നമുക്ക് എടുക്കാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല. പക്ഷെ തീരാതെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ് പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ തോട്ട് കട്ടായി പോവും. ആ ടോപ്പിക്കിന്റെ ഒരു ടോപ്പിക് അല്ല നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ ടോപ്പിക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ചില ദിവസങ്ങളിൽ 1.5 മണിക്കൂറിനാവും, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 2 മണിക്കൂറാവും. ആ ടോപ്പിക്ക് തീരുന്നതിനനുസരിച്ച് ഞാൻ നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇതിന്റെ ഫംഗ്ഷൻ. ഇല്ല, പിന്നെ ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ട്, എല്ലാം സിമ്പിൾ സാധനങ്ങളാണ്. ചാപ്റ്റർ ഉണ്ട്, മൊഡ്യൂൾ ചെറിയ ചാപ്റ്ററാ, പേടിക്കണ്ട. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇത് വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ് പോലും എടുക്കില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും. ഇനിയും ഇതിന്റെ ഹാൻഡ് ഔട്ട് വരാണ്ട്. അതുപോലെ ഇതുപോലെ ഫാമിലിക്ക് 5 ഹാൻഡ് ഔട്ട് ഉണ്ട്, 5 ഹാൻഡ് ഔട്ട് ഉണ്ട്. ഇതുപോലത്തെ 5 നോട്ട്സ് കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് വരുമ്പോൾ അടുത്ത ഹാൻഡ് ഔട്ട് തരും. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ട, ഇത് വായിച്ചാൽ മതി. ഇതാണ് നിങ്ങളെ നോട്ട്. ഞാൻ എഴുതിയ ബുക്കാണത്. അതെ 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 ബുക്ക് അതെ അതെ. ആ അപ്പടാ ഒരു പ്രശ്നമില്ല, മനസ്സിലാക്കണ്ട. ഓക്കെ, ഡിഫൈൻ ഫാമിലി. ഡിഫൈൻ ഫാമിലി. ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. അതെല്ലാം രണ്ടെല്ലാം പഠിച്ചുള്ളൂ. അതെല്ലാം രണ്ടും നമ്മളൊന്ന് പഠിച്ചുള്ളൂ. സോ ഡിഫൈൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, ലിസ്റ്റ് ഔട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി.
നാളെ വരുമ്പോ 10 മാർക്ക് കേട്ടോ. നാളെ വരുമ്പോ എഴുതൂടെ. ഇന്ന് ഒരു വേറെ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ സാധനത്തിൽ എഴുതിയാൽ നന്നായിരിക്കും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള അല്ലേ? അതെ 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 അതെ. ഇത് ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നീ എന്താ ആൻസർ റൈറ്റിംഗിന്റെ എന്താ സ്ട്രക്ചർ പോലെ തന്നെ നോർമലി മെയിൻസ് എഴുതുന്ന പോലത്തെ? നോർമലി മെയിൻസ് എഴുതുന്ന പോലെ തന്നെ എഴുതണ്ടേ. എന്റെ ഒരു സോഷ്യോളജി നോട്ട് ഇവിടെ കിടന്ന് വീണ് കിട്ടി കിടക്കുന്നു ഏതോ കാലത്തെ. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി? റെഡി ഫുൾസ്. ഓക്കെ, അപ്പം ഇത് എഴുതിയിട്ട് വരും കേട്ടോ. ആതിര നാളത്തെ എഴുതി അയച്ചാൽ മതി. ആതിര ഓൺലൈൻ സ്റ്റുഡൻസ് എഴുതി എനിക്ക് വാട്സപ്പ് ടെലിഗ്രാമും ചെയ്താൽ മതി. നാളെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അടുത്ത നാളെ നമ്മൾ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് മൊത്തം കവർ ചെയ്യാം. അപ്പൊ 4 മണിക്ക് തന്നെ. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇടയ്ക്ക് ഫങ്ഷണൽ പെർസ്പെക്റ്റീവിന്റെ കഥ പറഞ്ഞു തുടങ്ങി പിന്നെ ആ കഥയിൽ നിന്ന് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ് വിടേണ്ടി വരും. അപ്പൊ നിങ്ങൾ കഥ മാത്രം കിട്ടുമ്പോൾ നിങ്ങൾ ഇതെന്താ കുറെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യുക. ഒരു സ്റ്റോറി ലൈൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റിമെമ്പർ ലേറ്റർ. ആ സ്റ്റോറി ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പഠിച്ചത്. സോ ബേസിക്കലി ഇനി ഫങ്ഷണലിസ്റ്റ് പഠിക്കുമ്പോൾ അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, എന്താ പറ. സാറ്റർഡേ എക്സാം ഉണ്ട്. ഇനി എല്ലാ സാറ്റർഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും കേട്ടോ. ഇത് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. എത്തിക്സിന്റെ 3 ക്വസ്റ്റും 2 കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റും ആയിരിക്കും ഈ പ്രാവശ്യം മെയിൻസിന് ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സ് വാട്ട് എവർ യു സ്റ്റഡിഡ് ഇൻ ന്യൂസ് പേപ്പർ അനാലിസിസ് ഉപയോഗിച്ച് ഏതെങ്കിലും ടോപ്പിക് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. മെയിൻസും ഉണ്ട് പ്രിലിംസും ഉണ്ട്. പ്രിലിംസിന് 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, മെയിൻസിന് 5 ക്വസ്റ്റ്യൻ. ഈ പ്രാവശ്യം 3 എത്തിക്സ് 2 കറണ്ട് അഫയേഴ്സ്. ഈ പ്രാവശ്യം ആഴ്ച മൊത്തം എത്തിക്സ് ആയിരുന്നില്ല ക്ലാസ്. ബാക്കിയുള്ള മെയിൻസിന് ടോപ്പിക്കുകൾ ആയി വരുന്നേ ഉള്ളൂ. മെയിൻസ് എഴുതാൻ മാത്രം. പ്രിലിംസ് എല്ലാത്തിലും ഉണ്ട്. സയൻസ് ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി. ഒരു ക്ലാസ് ഉണ്ട്, 2 ക്ലാസ് എടുത്തില്ലേ ജോഗ്രഫി, അത്രയുണ്ട്. അതുണ്ട്, അത്രയും ഉണ്ടാവും. അതിന്റെ എക്സാം ഉണ്ടാവും ഈ ആഴ്ച. ഓക്കെ, അപ്പൊ അത് പഠിച്ച് അതെല്ലാ ആഴ്ചയിലും അതിനുവേണ്ടി എല്ലാ ദിവസവും പഠിച്ചു പോവാം. അപ്പൊ പിന്നെ ആഴ്ചയിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ പഠിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, സീ യു ടുമോറോ. താങ്ക് യു.